അവസരം തന്ന എൻ്റെ സംഘാടകർക്കോ പ്രത്യേകിച്ച് കലാമണ്ഡല ഉമേഷേട്ടനും, ഇത് ആരോടാണത് ചോദിക്കുന്നത് എന്നുള്ള നല്ലൊരു ബോധം എനിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഈ കേരളത്തിൽ ആനന്ദേട്ടൻ പറഞ്ഞു തായമ്പക ആചാര്യൻ, അതിലൊരു മാറ്റമില്ല. പക്ഷേ അനുഷ്ഠാന വാദ്യകലാരംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏതൊരു കാര്യത്തിൻ്റെയും അവസാന വാക്ക് അടിയന്തര വിഭാഗത്തിന് കലയുഗമകൻ അച്യുതൻകുട്ടിയേട്ടനാണ്, സംശയമില്ല. ആനന്ദേട്ടൻ തായമ്പക ആചാര്യൻ എന്ന് പറഞ്ഞു, അത് ശരിയാണ്, സംശയമില്ല. ഇത് അതിലുപരിയായിട്ട് അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ചെറുപ്പശ്ശേരി ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഗുരുകാരണന്മാരുടെയും കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാളാശാൻ കഥകളി മേളരംഗത്തും വാദ്യകലാരംഗത്ത് പറയുമ്പോൾ അനുഷ്ഠാന വാദ്യകലാരംഗത്തും അനുസാരി വാദ്യരംഗത്തും അതുപോലെ വിശേഷവാദ്യരംഗത്തും ഒരുപോലെ ശോഭിച്ച മഹത് വ്യക്തിയായിരുന്നു. കഥകളി മേളാചാര്യൻ എന്നാണ് പറയുന്നതെങ്കിലും അതിന് തത്തുല്യമായി അല്ലെങ്കിൽ അതിനൊരു പടി മുകളിലോ ഈ ബാക്കി രണ്ട് വാദ്യവിഷയങ്ങളിലും അദ്ദേഹം ശോഭിച്ചിരുന്ന വ്യക്തിയാണെന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലായിട്ടുള്ള ക്ഷേത്ര അനുഷ്ഠാന വാദ്യ പ്രയോഗം അല്ലെങ്കിൽ ക്ഷേത്ര അനുഷ്ഠാന കല, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ക്ഷേത്ര അനുഷ്ഠാന കല എന്നതിൽ നിന്നാവാം അതിൻ്റെ ആരംഭം എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് അതിശയോക്തി ആദ്യം ഉണ്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി അന്വേഷിക്കാനുള്ളതായ ഒരു ജിജ്ഞാസ ഉള്ളതുകൊണ്ട് ചിലതൊക്കെ അങ്ങനെ വായിച്ച് ചിലത് പറയണമെന്ന് മാത്രം തന്നെയുള്ളൂ. വാദ്യ കലാപ്രയോഗങ്ങളെ നമ്മൾക്ക് മൂന്നായിട്ട് തരംതിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഷ്ഠാന വാദ്യകല, ആഘോഷവാദ്യകല, അനുസാരി വാദ്യകല. ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് വാദ്യപ്രയോഗത്തിനെ തരംതിരിക്കാം എന്ന് തോന്നുന്നു. അനുഷ്ഠാന വാദ്യകല എന്നാൽ പറയുന്നതിന് മുമ്പ് ആദ്യം അനുഷ്ഠാനം എന്ന പദത്തിൻ്റെ അർത്ഥം ഒന്ന് അന്വേഷിച്ചാൽ നന്നാവും തോന്നുന്നുണ്ട്. ശബ്ദധാരാവലിയിൽ അനുഷ്ഠാനം എന്ന പദത്തിന് അർത്ഥം കാണുന്നത് മറ്റൊന്നിനെ അനുസരിച്ചുള്ള കർമ്മം ചെയ്യൽ, മതകർമാചരണം തുടങ്ങിയ അർത്ഥങ്ങളാണ് കാണുന്നത്. ആ അർത്ഥം എടുക്കുമ്പോൾ തന്നെ വിഗ്രഹാരാധനാ പദ്ധതി ഏത് കാലത്ത് നിലവിൽ വന്നുവോ അന്നു മുതൽ അനുഷ്ഠാന വാദ്യപ്രയോഗത്തിന് പ്രാധാന്യമുണ്ട്. ചില പുസ്തകങ്ങളിൽ നിന്നും വായിച്ച അറിവനുസരിച്ച് കൃതയുഗത്തിൽ മനുഷ്യന് ഈശ്വര സാക്ഷാത്കാരം നേടാൻ ധ്യാനമോ അല്ലെങ്കിൽ തപസ് ആയിരുന്നു അത്ര ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ളതായ വിദ്യ. അത് കഴിഞ്ഞ് ത്രേതായുഗമായപ്പോഴേക്കും മനുഷ്യൻ്റെ ശക്തി കുറഞ്ഞ് യാഗയജ്ഞാദികളെ കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവൂ എന്ന അവസ്ഥയായി. തുടർന്ന് ദ്വാപരയുഗത്തിലായപ്പോഴേക്കും സ്തോത്രങ്ങളെ കൊണ്ടും മറ്റുമാണ് ഈശ്വര ആരാധനാ പദ്ധതി നടത്തിയിരുന്നത്. എന്നാൽ കലിയുഗമായപ്പോഴേക്കും മനുഷ്യൻ്റെ ശക്തി വളരെ ക്ഷയിച്ച് വിഗ്രഹാരാധനയിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവൂ എന്ന അവസ്ഥയായി. വിഗ്രഹാരാധനാ പദ്ധതി നിലവിൽ വന്ന കാലം മുതൽക്ക് തന്നെ വിഗ്രഹാരാധനാ പദ്ധതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ സമാശ്രയിച്ചുകൊണ്ടാണ്. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി
എന്നീ ഈ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചും ഈ പഞ്ചഭൂതങ്ങളുടെ സ്വഭാവവിശേഷങ്ങളെ ആശ്രയിച്ചുമാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. ഇവയെ ആശ്രയിച്ചുകൊണ്ടാണ് ആരാധനാ പദ്ധതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആകാശഭൂതത്തിൻ്റെ ഗുണവിശേഷമായ ശബ്ദഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് വാദ്യവാദനം. അതുകൂടാതെ ഈശ്വരാരാധനാ പദ്ധതി പൂർണ്ണമാവുകയില്ല എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗമങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ, ആകാശാൽ സംഭവവും നാദ. അതില്ലാതെ ആരാധനാ പദ്ധതി പരിപൂർണമാവുകയില്ല എന്നതുകൊണ്ട് വിഗ്രഹാരാധനയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് വാദ്യവാദനം. താന്ത്രിക പൂജകളുമായി ബന്ധപ്പെട്ട് പൂജകളുടെ ഓരോ ഘട്ടത്തിലും താന്ത്രിക പൂജകളുടെ സ്വഭാവത്തിന് അനുയോജ്യമാം വിധം ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് അനുഷ്ഠാന വാദ്യപദ്ധതി. ഷോഡശോപചാരത്തോടു കൂടിയ ഒരു പൂജയ്ക്ക് സമസ്ത രാജോപചാരാർപ്പണം സമർപ്പിക്കുമ്പോൾ വാദ്യാദിഭി പ്രതിനിയാച്ച നൃപോപചാരൈ എന്ന് പറയുന്നിടത്തുകൊണ്ട് തന്നെ പൂജ പൂർണ്ണമാവണമെങ്കിൽ വാദ്യവാദനം അത്യന്താപേക്ഷിതമാണ്. ഓരോ സമയത്തും ഇന്ന രീതിയിൽ ഇന്ന ഉപകരണങ്ങൾ ഇന്ന രീതിയിൽ പ്രയോഗിക്കണം എന്ന് നമ്മൾ അനുശാസിക്കുന്നുണ്ട്. മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉള്ള പോലെ തന്നെ ഇതിന് പ്രാദേശിക ഭേദങ്ങളും നിലവിലുണ്ട്. ഒരു ഉദാഹരണം, മധ്യ കേരളത്തിലാണെങ്കിൽ പ്രസന്ന പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കയും സോപാന സംഗീതവും ആയിട്ടാണ് കൊട്ടാറുള്ളത്. അതിനൊരു ചില ക്രമങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഓരോ നേരത്തെ പൂജയ്ക്കും ആദ്യം ത്രിസ്ഥാനം കാണിച്ച് അതിനുശേഷം ആ നേരത്ത് നിഷ്കർഷിച്ച രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഇടയ്ക്കയിൽ കൊട്ടി ഗണപതിക്കൈ കൊട്ടി അതത് ദേവൻ്റെ ധ്യാനി പാടി ഇടയ്ക്കൂറ് കൊട്ടിയ ശേഷം സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ബ്രഹ്മാർപ്പണം കഴിയുന്നത് വരെ പ്രയോഗിക്കുക എന്നൊരു ചിട്ട മധ്യ കേരളത്തിലും ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ പൂജക്കൊട്ടിൻ്റെ എണ്ണങ്ങൾ എന്ന പേരിൽ വലന്തലയും ചേങ്ങലയുമായി നിന്ന് ബ്രഹ്മാർപ്പണം കഴിയുന്നവരെ കൊട്ടുന്നൊരു സമ്പ്രദായവും ആണ് പ്രചാരത്തിലുള്ളത്. ഇതുപോലെ അനുഷ്ഠാനവാദ്യ പ്രയോഗങ്ങളുടെ ഓരോ ഘട്ടത്തിലും പ്രാദേശിക ഭേദങ്ങൾ നിലവിലുണ്ടെങ്കിലും അവയ്ക്ക് പൊതുവായ ഒരു ഐക്യരൂപം നമ്മൾക്ക് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതല്ലേ ശ്രീജിത്ത് ചോദിച്ചത്? ഒന്നുകൂടെ, അനുഷ്ഠാനവാദ്യകല വളരെ നിഷ്കർഷയോടുകൂടി അഭ്യസിച്ച ഗുരുഭൂതന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അച്ചുണ്ണി പൊതുവാളാശാൻ, കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ. അവരുടെ അനുസാരിവാദ്യ പ്രയോഗങ്ങളിലുള്ളതായ മികവിന് അനുഷ്ഠാനവാദ്യ പ്രയോഗങ്ങളിലുള്ളതായ അവരുടെ പ്രാവീണ്യം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രാനുഷ്ഠാന വാദ്യപ്രയോഗങ്ങൾ ഒരു ക്ഷേത്രത്തെ ആസ്പദമാക്കി പറയുമ്പോൾ ഒരു അനുഷ്ഠാന വാദ്യപ്രയോഗം ഏതു മുതലാണ് ആരംഭിക്കുന്നത്, അതെവിടെയാണ് അവസാനിക്കുന്നത്, നിത്യനിധാനത്തിൽ അതിൽ വിശേഷമായിട്ട് വരുമ്പോൾ ഉള്ള വാദ്യപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രാദേശിക ഭേദങ്ങൾ, സാധാരണഗതിയിൽ ദേവനെ പള്ളി ഉണർത്തുന്നത് മുതലാണ് ഒരു ക്ഷേത്ര ചടങ്ങ് ആരംഭിക്കുന്നത്. പുലരാൻ 7:30 നാഴിക ബാക്കിയുള്ളപ്പോൾ
അല്ലെങ്കിൽ 4-ാം യാമത്തിൻ്റെ തുടക്കത്തിൽ, നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്നൊക്കെ പൊതുവേ പറയാറുള്ള ആ സമയത്ത് ക്ഷേത്രഗോപുരത്തിൻ്റെ പുറത്തു നിന്ന് 7 തവണ ശംഖനാദം മുഴക്കണം. അതിന് കാരണം പറഞ്ഞു കേട്ടിട്ടുള്ളത്, സപ്തഋഷികളെയും സപ്തനദികളെയും, സപ്തഋഷികളെന്ന് പറയുമ്പോൾ ദേവർഷികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, രാജർഷികളെ അല്ല. സപ്തഋഷിമാരെയും സപ്തനദികളെയും ഉണർത്തുന്നതിൻ്റെ പ്രതീകമായി ശംഖനാദം മുഴക്കുന്നു. അത് ഗോപുരത്തിൻ്റെ പുറത്തു നിന്ന് വേണം എന്നാണ് അനുശാസിക്കുന്നത്. പല ദിക്കിലും അതല്ലാണ്ട് മാറി കാണാറുണ്ട് നമ്മൾ. ഈ ശംഖനാദം മുഴക്കിയതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തരോ മറ്റുള്ളവരോ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ധാരാളം സ്വത്തൊക്കെയുള്ള അമ്പലത്തിൽ വാച്ച്മാനോ അത് അല്ലെങ്കിൽ കൂടുതലുള്ള ആൾക്കാരില്ലാണ്ട് പറ്റില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പോയാൽ പോരല്ലോ. അതുകൊണ്ട് ആൾക്കാർ അകത്തുണ്ടാവുന്നേ ഉള്ളൂ. ശംഖ് വിളിക്കേണ്ടത് ഗോപുരത്തിൻ്റെ പുറത്ത് നിന്നാണ്. ഇങ്ങനെ ശംഖ് വിളിക്ക് ശേഷം ക്ഷേത്ര നട തുറന്നാൽ തെക്കൻ ജില്ലകളിൽ തവിലുനാദസ്വരമായിട്ടും സാമൂതിരിപ്പാടിൻ്റെ ഊരായ്മയുള്ള ക്ഷേത്രങ്ങളിൽ കേളിയോടുകൂടിയും വാദ്യാവതരണം നടത്തി ദേവന് അഭിഷേകം, മലർനേദ്യം തുടങ്ങിയ ചടങ്ങുകൾ നടത്തുന്നു. അത് കഴിഞ്ഞാൽ, അഭിഷേകം മലർനേദ്യം കഴിഞ്ഞാൽ ആദ്യത്തെ പൂജയായ ഉഷപൂജ. പല ക്ഷേത്രങ്ങളിലും ഉഷപൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. തിരുവാർപ്പിൽ നട തുറക്കാൻ പോണത് തന്നെ പായസവും കൊണ്ട് വേണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പൂജയായിട്ട് തന്നെ, ഷോഡശോപചാരത്തോടു കൂടിയ പൂജയായി തന്നെ ഉഷപൂജ നടത്താറുണ്ട്. പല സ്ഥലങ്ങളിലും ഷോഡശോപചാരത്തോടു കൂടിയ പൂജ പതിവില്ല, നേദ്യം മാത്രമേ പതിവുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത്തത് രാവിലത്തെ പൂജ. ഈ രാവിലത്തെ പൂജയ്ക്കും ഉഷപൂജയ്ക്കും നൃപോപചാരം സമർപ്പിക്കുന്ന സമയത്ത് പൂജകൻ നൃത്തം സമർപ്പയാമി, ഗീതം സമർപ്പയാമി, വാദ്യം സമർപ്പയാമി എന്ന് ആരാധിക്കുമ്പോൾ ആയത് പ്രത്യക്ഷവത്കരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് വാദ്യവാദനം സോപാനത്ത് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളാരും സോപാനത്ത് നൃത്തം കണ്ടിട്ടുണ്ടാവില്ല, കാണാറുമില്ല. വാദ്യവും ഗീതവും മാത്രം തന്നെ അധികവും പതിവുള്ളൂ. അതിന് കാരണം നമ്മൾ ഗ്രന്ഥങ്ങളിലൊക്കെ ദേവദാസി നൃത്തത്തിനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നതും അനുപേക്ഷണീയവുമാണെന്ന് വിശ്വസിക്കുന്നു. കാലത്തെ എതിരേറ്റ് പൂജ കഴിഞ്ഞ്, കാലത്തെ പൂജ കഴിഞ്ഞാൽ ശിവേലിയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ശിവേലി, ശ്രീബലി എന്നത് നമ്മൾ ലോപിച്ചാണ് ശിവേലി ആയിത്തീർന്നത്. അത് ഏത് ക്ഷേത്രമാണെങ്കിലും അകത്തെ ദിക്പാലകർക്കും അതിനോട് ചേർന്ന മറ്റ് പാർശ്വത്തുക്കൾക്കും ബലി തൂവി പുറത്ത് കിടന്ന്, അത് ദേവൻ മാറുന്നതനുസരിച്ച് പുറത്തെ ബലിക്കലികളുടെയൊക്കെ പേര് മാറുന്നതാണ് ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിഷ്ണുവാണ്, കൃഷ്ണനാണെങ്കിൽ കുമുദാക്ഷശ്ച പുണ്ടരീകശ്ച വാമന ശംഖകർണ സർവനേത്ര സുമുഖ സുപ്രതിഷ്ഠിത എന്നീ 8 പേർക്കും, ശിവനാണെങ്കിൽ നന്ദിനം ച മഹാകാളോ ഭൂതനാഥോ മഹീധര പർവ്വതേശോ ഗുഹേശോ ച കാലപാശക്കപാലിനെ, ഇങ്ങനെ 8 പേർക്കും ബലി തൂവിയതിന് ശേഷം വലിയ ബലിക്കല്ലിൽ പരിദേവതകൾക്കും പിങ്കളനും തുവിയ ശേഷം വലിയ ബലിക്കല്ലിൻ്റെ മുകളിൽ തുവിയിട്ടാണ് ആ ശിവേലിയുടെ ആദ്യത്തെ പ്രദക്ഷിണം അവസാനിക്കാറുള്ളത്. രണ്ടാമത്തെ മൂന്നാമത്തെ വലത്തിന് ദേവൻ്റെ, ഒന്നാമത്തെ വലത്തുമ്പോൾ തന്നെയുണ്ട് ദേവൻ്റെ ഉത്സവമൂർത്തിയെ എഴുന്നള്ളിച്ച് ആ ഉത്സവമൂർത്തി സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ ശ്രീബലി തൂവുന്നത്. രണ്ടാമത്തെ പ്രദക്ഷിണത്തിന് മേളവും മൂന്നാമത്തെ പ്രദക്ഷിണത്തിന് പ്രാദേശിക ഭേദങ്ങൾ പലതുമുണ്ട്. വരന്തലിയും ചേങ്ങലിയും മാത്രമായിട്ട് മൂന്നാമത്തെ പ്രദക്ഷിണം ഉള്ളതുണ്ട്. ചില ദിക്കിൽ ഏകതാളത്തിൽ മേളം കൊട്ടി മൂന്നാമത്തെ പ്രദക്ഷിണം കഴിക്കുന്ന സമ്പ്രദായങ്ങളുമുണ്ട്. ഇതുപോലെ പിന്നത്തെ പന്തീരടി പൂജ. എല്ലാ ദിക്കിലും പന്തീരടി പൂജ പതിവില്ല. പന്തീരടി പൂജ ഉള്ള സ്ഥലങ്ങളിൽ നിഴലിന് 12 അടി നീളം വരുന്ന സമയത്ത്, അത് വളരെ സംശയാസ്പദമായിട്ടുള്ളതാണ്. എന്തിൻ്റെ നിഴലിനാണ് 12 അടി വേണ്ടതെന്ന് എനിക്കറിയില്ല.
ദേവൻ്റെ രൂപത്തിനാവാൻ സാധ്യതയില്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് നടന്ന് കാണാറ്, അത്ര തന്നെ അറിയുള്ളൂ. ആ പന്തീരടി പൂജയ്ക്ക് ചെമ്പട താളത്തിൽ പ്രത്യേകം നിഷ്കർഷിച്ച കൂറ് കൊട്ടാനുണ്ട്. അധിക സ്ഥലങ്ങളിലും പന്തീരടി പൂജ ഉണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ടാണ് നവകം കലശപൂജയും അഭിഷേകവും ഉണ്ടാവാറുള്ളത്. പന്തീരടി പൂജ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉച്ചപൂജയ്ക്ക് നവവും പഞ്ചഗവ്യവും അഭിഷേകവും അതിന് തുടർച്ചയായിട്ട് ഉച്ചപൂജയും നടക്കുന്നതാണ് കണ്ടുവരുന്നത്. ഉച്ചപൂജ കഴിഞ്ഞാൽ ഉച്ചശീവേലി നടക്കും. 12 മണിക്ക് ശേഷമാണ് ഉച്ചപൂജ നടക്കുന്നതെങ്കിൽ ശിവേലി വൈകുന്നേരത്ത് മതിയെന്ന് പല പ്രദേശങ്ങളിലും കാണാറുണ്ട്. 12 മണി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മധ്യാഹ്നം പകർന്നതുകൊണ്ടാവാം എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഗുരുവായൂർ ഉച്ചശിവേലി വൈകുന്നേരമാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഇവിടെ അമ്പലപ്പുഴയിലാണെന്നുണ്ടെങ്കിൽ 1-1:30 ആയിട്ടാണ് ഉച്ചപൂജ. അപ്പോൾ 12 മണി കഴിഞ്ഞിട്ടല്ലേ ചെയ്യണേ. പക്ഷേ ഉച്ചശിവേലി ആ നേരത്തെ തന്നെ കഴിയും. അങ്ങനെ പ്രാദേശികമായിട്ട് പല മാറ്റങ്ങളും കാണാറുണ്ടെങ്കിലും ശിവേലിയുടെ ക്രമം അതാണ്. പിന്നെ വൈകുന്നേരത്തെ നട തുറന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ പന്തീരടി എന്നൊരു സമ്പ്രദായം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉണ്ട്. അതും ഏതാണ്ട് നമ്മൾ ഈ രാവിലത്തെ പന്തീരടി പൂജ നിഴൽ പടിഞ്ഞാട്ടാണെങ്കിൽ തിരിഞ്ഞ പന്തീരടിക്ക് നിഴൽ കിഴക്കോട്ടാവും. ആ 12 അടി നീളം വരുന്ന സമയത്ത് തിരിഞ്ഞ പന്തീരടി കഴിക്കാനും അനുശാസിക്കുന്നുണ്ട്. അത് അധികം കണ്ടിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സ്ഥലത്താണെന്നാണ് തോന്നുന്നത്. അല്ലാത്ത ദിക്കിൽ തിരിഞ്ഞ പന്തീരടി ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞാൽ തിരിഞ്ഞ പന്തീരടിയും കഴിഞ്ഞാൽ ശിവക്ഷേത്രമാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പ്രദോഷ പൂജ നട തുറന്ന ഉടനെ, വൈകുന്നേരത്ത് നട തുറന്ന ഉടനെ അഭിഷേകം മലർനേദ്യം ഉൾപ്പെടെ വീണ്ടും ആവർത്തിച്ച് ഷോഡശോപചാരത്തോടു കൂടി ഒരു പൂജ നടത്തുന്നു. ആ പൂജയ്ക്കാണ് പ്രദോഷ പൂജ എന്ന് പറയാറുള്ളത്. അതിന് പ്രത്യേകമായിട്ട് ഇടയ്ക്കൂർ നിഷ്കർഷിക്കുന്നുണ്ട്. പ്രദോഷ പൂജ കഴിഞ്ഞാൽ ദീപാരാധന. ആ ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് 9 തവണ ശംഖ് വിളിക്കണം. ബലിക്കൽ പുരയിൽ നിന്നുകൊണ്ട് വേണമത്രേ ശംഖ് വിളിക്കാൻ. ഈ 9 ശംഖ് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം പറഞ്ഞു കേട്ടിട്ടുള്ളത് നവഗ്രഹങ്ങളും സന്ധിക്കുന്ന സമയം അതുകൊണ്ടായിരിക്കാം 9 ശംഖ് വിളിക്കണമെന്നാണ് കേൾക്കണേ. അത് കഴിഞ്ഞാൽ ഒരു പൂജയും മന്ത്രങ്ങളുടെയും ഉച്ചാരണം ഒന്നും കൂടാതെ തന്നെ തികച്ചും ആലങ്കാരികമായി ദീപങ്ങളെ കൊണ്ട് ദേവനെ അലങ്കരിക്കുന്നു. തെക്കൻ ദിക്കിലെ ദീപാരാധന പഞ്ചവാദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 112 അക്ഷരകാലമുള്ള പഞ്ചവാദ്യം 112, 56, 28, 14, 7 ആ ക്രമത്തിലുള്ള പഞ്ചവാദ്യം ദീപാരാധന പഞ്ചവാദ്യത്തിൻ്റെ ഒരു മാതൃകയിൽ തന്നെ തെക്കൻ ദിക്കിൽ പ്രചാരത്തിലുണ്ട്. നമ്മുടെ ഈ മധ്യകേരളത്തിലൊക്കെ അധികം ദീപാരാധനയ്ക്ക് മേളം കൊട്ടാറാണ് പതിവുള്ളത്. ഈ മേളം കൊട്ടുന്ന സമ്പ്രദായം തന്നെ ഇപ്പോൾ പാലക്കാട്, തൃശ്ശൂർ ആ ഭാഗത്തും ഏറനാട്, വല്ലൂനാട് താലൂക്കുകളിലും വളരെ വ്യത്യാസമുണ്ട്. ഏറനാട്, വള്ളൂനാട് താലൂക്കുകളിലാണെങ്കിൽ ദീപാരാധനയ്ക്ക് തുടങ്ങി തന്നെ ഇങ്ങനെ ചെമ്പട താളത്തെ തന്നെയാണ് തുടങ്ങുക. മറ്റ് തൃശ്ശൂർ, പാലക്കാടൊക്കെ ആണെങ്കിൽ ചെമ്പട മുഖം കൊട്ടിയിട്ടാണ് തുടങ്ങുക. ഈ ഒരു വ്യത്യാസമാണുള്ളത്. ദീപാരാധനയ്ക്ക് ശേഷം ദീപാരാധനയുടെ അവസാനത്തിൽ 3 തവണ ശംഖ് വിളിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ അത് നടപ്പുണ്ട്, പല സ്ഥലങ്ങളിലും അത് നടക്കാറുമില്ല. ഇടയ്ക്ക് കുട്ടി അവസാനിച്ച് പോര് തന്നെയാണ് പതിവ്. അത് കഴിഞ്ഞാൽ അത്താഴ പൂജ, ഷോഡശോപചാരത്തോടു കൂടി ഒരു പൂജ. അത് കഴിഞ്ഞ് അത്താഴ ശിവേലി. ഈ അത്താഴ ശിവേലി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും തോന്നാറില്ലെങ്കിലും വളരെ പരിപാവനമായ ഒരു ചടങ്ങ് തൃപ്പുക. തൃപ്പുകയ്ക്ക് വേണ്ടത്, തൃപ്പുക നട അടച്ച് തുറക്കുകയാണല്ലോ പതിവ്. നട തുറന്നു കഴിഞ്ഞാൽ 3 തവണ ശംഖനാദം മുഴക്കണം എന്നാണ് പറയണത്. എല്ലാ ദിക്കിലും അത് പ്രചാരത്തിലില്ല എങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം ഇതാണ്. ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. തുടങ്ങുന്നതും തുടക്കവും ഒടുക്കവും ശംഖനാദത്തെ കൊണ്ടാണ്. ആ പ്രണവോച്ചാരണ സദൃശമായിട്ടുള്ള ശംഖനാദം തന്നെയാണ് പ്രയോഗിക്കേണ്ടത് എന്നാണ്
സാധാരണഗതിയിലുള്ളൊരു നിത്യദാനത്തിൻ്റെ ക്രമങ്ങൾ പറഞ്ഞു വരുന്നത്. നമ്മൾ രാവിലെ ശിവേലി ശ്രീബലി പറഞ്ഞു. ഈ ദീപാരാധനയ്ക്ക് പഞ്ചവാദ്യം എന്ന് പറഞ്ഞു, അത് പരുഷവാദ്യമായിട്ടാണ് വേണ്ടതെന്നും കൊമ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. പരുഷവാദ്യം ശ്രീഭൂതബലിക്കോ അതല്ലെങ്കിൽ ഉത്സവ ബലിക്കോ സപ്തമാതൃക്കൾക്ക് തൂവുമ്പോൾ സപ്തമാതൃക്കൾക്കും തുവിക്കഴിഞ്ഞ ശേഷം മാതൃഗണത്തിനും മാതൃഗണഭ്യോ നമാന്ന് തുടങ്ങുന്നത് തൊട്ടാണ് പരുഷവാദ്യം തുടങ്ങുന്നത്. അവിടെ അങ്ങ് ഈ പറഞ്ഞത് വളരെ ശരിയാണ്. തെക്കൻ ദിക്കിലത് പ്രചാരത്തിലുണ്ട്. പക്ഷേ പരുഷവാദ്യമല്ല ദീപാരാധന സമയത്ത് കൂട്ടുന്നത്. കൊമ്പ് ഉപയോഗിക്കും. ഡക്കാച്ച കാംസ്യവാദ്യം ച ഭേരി ശംഖശ്ച മദ്ദള പഞ്ചവാദ്യം ഇതി പ്രാഹു ആഗമാർത്ഥ വിശാരദ. ഈ നിയമത്തോട് കൂടിയിട്ട് തന്നെയാണ് സപ്തമാതൃക്കൾക്ക് തൂമ്പുമ്പോൾ പരുഷവാദ്യം പ്രയോഗിക്കേണ്ടത്. മറ്റത് ഈ 112 മറ്റേ 56 കാലങ്ങൾ തൊട്ടുള്ള പഞ്ചവാദ്യമാണ് ദീപാരാധനയ്ക്ക് പതിവുള്ളത്. അതിന് ഇപ്പോൾ കൊമ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും കാലത്ത് കൊമ്പ് ഉപയോഗിക്കാതിരുന്നു എന്ന് എനിക്ക് വ്യക്തമല്ല. കൊമ്പും കൂടി ചേർന്നാലേ സുഷിരവാദ്യം ആവുള്ളൂ. മറ്റേ ദീപാരാധനയ്ക്ക് അത് അദ്ദേഹം കാണുന്നുണ്ടായിരിക്കാം. ഞാൻ വായിച്ചിട്ടുമുണ്ട് ആ പുസ്തകം. പക്ഷേ അത് കൊമ്പില്ല എന്നുള്ളത് ഈ നിയമത്തിൽ പെട്ടിട്ടുള്ളതല്ല. പിന്നെ വേറൊന്ന് സുഷിരവാദ്യമായിട്ട് പരിഗണിച്ചിട്ടുള്ളത് ശംഖാണ്. അതിൻ്റെ കാലാനുഗതമായ വികസിതവും പരിഷ്കൃതവുമായ രൂപമാണല്ലോ കൊമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടായിരിക്കാം അന്ന് അന്നമനയിൽ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ നിത്യതയിലുള്ള അനുഷ്ഠാനവാദ്യ പ്രയോഗങ്ങൾ പറഞ്ഞു. അടുത്തത് വിശേഷമായിട്ട് ഉത്സവം, കലശം, ഇങ്ങനെ ഇത്യാദി വാദ്യ വിഷയങ്ങളല്ല പൂജാ വിഷയങ്ങൾ വരുമ്പോൾ അതിന് വേണ്ട വിശേഷ അനുഷ്ഠാനവാദ്യത്തിൽ തന്നെ വിശേഷമായിട്ടുള്ള വാദ്യപ്രയോഗങ്ങൾ, പാണി, വിളക്കാചാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഇപ്പോൾ ഈ നിത്യ ശിവേലിയുടെ കാര്യം പറഞ്ഞോളൂ. അപ്പോൾ ഈ രാവിലത്തെ ശിവേലിക്ക് മേളമാവാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ചെറുപ്പശ്ശേരി അമ്പലത്തിലൊക്കെ കൊണ്ടുവന്ന മേളം അടന്ത മേളം. വടക്കൻ ജില്ലകളിൽ ഉഷപൂജയ്ക്ക് അടന്ത മേളം കിട്ടുന്നു. എന്നാൽ ഗുരുവായൂർ 2 നേരം 3 നേരം ചെമ്പട മേളം കിട്ടുന്നു. അപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള ഈ രാവിലത്തെ ശിവേലിക്ക് ഉള്ള ഈ മേളത്തിൻ്റെ വിഷയത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? പ്രാദേശികമായ ഭേദം എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. അടന്ത മേളം കൊട്ടുന്നതുകൊണ്ട്. ഇതല്ലാണ്ട് പഞ്ചാരി മേളം 5-ാമത്തെ കാലം മാത്രം കൊട്ടിയിട്ട് ശിവേലിയുടെ 2-ാമത്തെ വലത്ത് നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. സാധാരണ നിലയ്ക്ക് യുക്തിക്കോ അതല്ലെങ്കിൽ ശാസ്ത്രവിരുദ്ധമായിട്ടോ ചെയ്യേണ്ടത് ചെമ്പട തന്നെയാണ്. അടിസ്ഥാന താളങ്ങളിലാണ് നമ്മുടെ മേളങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള താളം ചെമ്പടിയും പഞ്ചാരിയും മാത്രമാണ്. ഇത് രണ്ടും കൂടി കൂടിക്കലർന്ന രൂപങ്ങളാണ് മറ്റ് താളങ്ങളെല്ലാം. അടിസ്ഥാന നമ്മുടെ തക്കിട്ടിയും തരികിടിയും തന്നെ അതിൻ്റെ എക്സ്പാൻഷനാണല്ലോ ബാക്കി ലോകത്തുള്ള എല്ലാ താളങ്ങളും. അതുകൊണ്ട് പിന്നെ അടന്ത കൊട്ടാൻ രസമുള്ളതാണ്. നല്ല ഇപ്പോൾ ചെർപ്പളശ്ശേരിയൊക്കെ ധാരാളം പ്രയോഗിക്കാൻ കഴിവുള്ളവരുണ്ടായിരുന്നതുകൊണ്ട് അതങ്ങനെ അങ്ങോട്ട് ശീലമായി. പിന്നെ കുറച്ച് നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളുടെ കണ്ണിങ് മൈൻഡും ഉണ്ട്. ഇത് കൊട്ടാറായിട്ടുള്ളവരെ അങ്ങോട്ട് അടിയന്തരത്തിന് വരണ്ടോ എന്നൊരു ചിന്തയും കൂടിയുണ്ട്. ഈ മറ്റേ ഇവിടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് അടന്ത മേളം വളരെ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടന്ത മേളം ഒറ്റയ്ക്ക് കൂട്ടി കലാശിക്കാരായവരെ അന്ന് കൊട്ടാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ നമുക്കത് കൊട്ടാൻ നമുക്ക് സാമാന്യം നാണമില്ലാന്ന് തോന്നുന്ന ആർക്കും പോവാം. അനവധി ആൾക്കാരെ കൂട്ടിയിട്ട് അത് ചെയ്യാറുണ്ടല്ലോ. അതിന് അത്രേനേ പ്രാധാന്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിത്യനിദാന വാദ്യപ്രയോഗങ്ങളിൽ ചില സ്ഥലത്ത് വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞാൽ കേളി, സന്ധ്യവേല കേളി അല്ലെങ്കിൽ സേവ ഇങ്ങനെ കണ്ടുവരുന്നുണ്ടല്ലോ. നിത്യനിദാന വാദ്യപ്രയോഗങ്ങളിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കേളി, സന്ധ്യവേല കേളി അല്ലെങ്കിൽ സേവ ഇങ്ങനെ 2-3 തരത്തിൽ കണ്ടുവരുന്നത് അത് എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിലാണോ അതോ
നേരത്തെ അച്ചൂട്ടൻ പറഞ്ഞ പോലെ ഒരു ആലങ്കാരികതയ്ക്ക് വേണ്ടിയിട്ടാണ്. സന്ധ്യയിലെയും കേളിയും കൂട്ടുന്നത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. സംസ്കാരങ്ങളെ പരസ്പരം കൊണ്ടും കൊടുത്തും വന്ന നമ്മളാണ് പല സ്ഥലങ്ങളിലും ദീപാരാധനയ്ക്ക് ശേഷം, ഇപ്പോൾ മദ്ദളാടീന്ദ്രക്കാരനുണ്ടാവില്ല ചിലയ്ക്കിൽ, അങ്ങനെ തൗരനാദസ്വരം ഉണ്ടാവുകയും ചെയ്യും. തൗരനാദസ്വരം നമ്മുടെ അനുഷ്ഠാന വാദ്യവാദനത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ ഒരു നിയമങ്ങളും എവിടെയും പറയുന്നില്ല, ആലങ്കാരിക മാത്രമാണ്. നേരെ മറിച്ച് സന്ധ്യയിലെ കൊട്ടി വെച്ച് കേളി കൊട്ടി കൊമ്പ് പറ്റും കുഴപ്പറ്റുള്ളത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ഗുരുവായൂരൊക്കെ രാവിലെ കേളിക്ക് സന്ധ്യയിലെ കൊട്ടി വയ്ക്കാറില്ല. കേളി കൊട്ടി അങ്ങനെ അവിടെ നിർത്തണേ ഉള്ളൂ. കേളി എന്ന് പറഞ്ഞ പദം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അനൗൺസ്മെൻ്റ് അല്ലേ, വിളംബരം തന്നെയാണല്ലോ. അപ്പോൾ രാവിലെ തുടങ്ങുന്നതിൻ്റെ വിളംബരം സൂചിപ്പിക്കാനായിരിക്കാം കേളി കൊട്ടി. കേളി ഒരിക്കലും അവസാനിക്കില്ല. നമ്മൾ കേളി കഴിയലെങ്ങനെയാണ് പതുക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാവുക, അടുത്തത് തുടങ്ങുക. കഥകളിക്കായാലും കേളി വിളംബരം തന്നെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മറ്റേ പരിപൂർണമായി എന്ന് തോന്നിപ്പിക്കുക വിധത്തിൽ ഉള്ളൊരു പ്രയോഗം കേളിക്ക് നമ്മളാരും അഭ്യസിച്ചിട്ടില്ല, നമ്മളെവിടെയും കേട്ടിട്ടുമില്ല. അപ്പോൾ കണ്ടിന്യൂവേഷനായിട്ട് മറ്റൊരു സംഗതി വരാൻ പോകുന്നുണ്ട് എന്ന സൂചനയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സന്ധ്യയാകുമ്പോൾ സന്ധ്യയിലെയും കേളിയും പറ്റും കുഴപ്പറ്റ് കഴിഞ്ഞാൽ കൂട്ടിക്കൊട്ട് എന്നൊരു സമ്പ്രദായം കൂടിയുണ്ട് ഇല്ലേ. മദ്ദളം കൂടിയിട്ടും ചെണ്ട കൂടിയിട്ടും, മദ്ദളം കൂടിയിട്ടുണ്ടാവുന്ന സ്ഥലങ്ങളുണ്ടോയെന്ന് വളരെ കുറവാണ്. മദ്ദളപ്പറ്റും ചെണ്ടപ്പറ്റുമായിട്ട് മറ്റേ പറ്റിന് കൂടുക, ചെണ്ടക്കാരന് ഉള്ള ജോലി അതാണ്. അത് കഴിഞ്ഞ് കൂട്ടിക്കൊട്ടോടുകൂടി അവസാനിക്കുമ്പോഴേ സന്ധ്യയിലെ കഴിയുള്ളൂ. അതുണ്ടെങ്കിൽ അത് കഴിഞ്ഞേ അത്താഴപൂജ പതിവുള്ളൂ. അങ്ങനെയല്ലേ കണ്ടിരിക്കണം അല്ലേ. ഈ സന്ധ്യവേല എന്നുള്ളൊരു വിഷയം, അതിൽ വലിയ സന്ധ്യവേല, ചെറിയ സന്ധ്യവേല, അങ്ങനെ പല തരത്തിലുണ്ടല്ലോ. അതിൽ പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങളും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ നല്ലോണം പറയാനുള്ളൊരു സംഗതിയാണത്. വളരെ വിശേഷമാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെ സന്ധ്യയില ചെമ്പട താളത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലും കൊയിലാണ്ടി, കോഴിക്കോട് ആ ഭാഗങ്ങളിലൊക്കെയുള്ള സന്ധ്യയില ചെമ്പടയിലും ത്രിപടയിലും നിൽക്കുന്നുണ്ട്. രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇവിടെ ഈ വലിയ സന്ധ്യയില കൊട്ടുന്ന സമയത്ത് ഇന്നൊരു പക്ഷേ രാമകുമാരേട്ടൻ നമുക്ക് കൊട്ടേണ്ടത് കാണാമെന്ന് വിചാരിക്കണം. അതിൻ്റെ ഇടയിലൊരു ശംഖുളിക്കണ സമ്പ്രദായമുണ്ട് ഇല്ലേ രാമകുമാരേട്ടാ? ഉണ്ട്. മറ്റേ സന്ധ്യയിലെ ആദ്യത്തെ ഘട്ടം അവസാനിച്ച് കൊട്ടിയിറക്കുമല്ലോ, ആ സമയത്ത് 3 തവണ ശംഖുളിക്കുന്നുണ്ട് വലിയ സന്ധ്യയില. പോരൂക്കാരത് ചെയ്യണമുണ്ട്. അല്ല, അതിനോടൊപ്പം ശംഖുളിയും കൂടിയുണ്ട്. ഇപ്പം നമ്മുടെ മറ്റേ ഹരിയോടോ ഉണ്ണീഷനോടോ ചോദിച്ചാൽ ഒരു പക്ഷേ അറിയുമായിരിക്കും, അവർ ചെയ്യുന്നുണ്ട്. പോരൂർ രാമേന്ദ്രൻ വൃത്തിയായിട്ട് ചെയ്തിരുന്നു. അല്ല, അങ്ങനെ ഈ പ്രാദേശികമായിട്ടുള്ള കുറേ ഭേദങ്ങളുണ്ട്. കുറേ നമ്മൾ ഉണ്ടാക്കി തീർത്തതായിരിക്കാം. പക്ഷേ ഈ ഘട്ടം മാറുന്ന സമയത്ത് ശരിക്ക് ചതുരശ്രത്തിൽ നിന്ന് നേരെ മിശ്രത്തിലേക്ക് കിടക്കുന്ന ഭാഗത്താണ് ഈ ശംഖുളി കൊട്ടിക്കൊലുമ്പിയതിന് ശേഷം ശംഖുളി നടക്കുന്നത്. വളരെ ഇത്ര ആസ്വാദ്യകരമായിട്ടും അടിസ്ഥാനപരമായിട്ടും ചെയ്യുന്നൊരു കാര്യം വേറൊന്നുമില്ല. ഈ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ചില ഭാഗങ്ങളിൽ പൂജകൊട്ടിൻ്റെ എണ്ണങ്ങളും വരുന്നുണ്ട് ഇല്ലേ. ഇപ്പം ഞങ്ങളുടെ ആ സന്ധ്യയിലയിൽ അങ്ങനെ ഒരു സാധനമേ വരുന്നില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ചെമ്പടയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഈ തൃശ്ശൂർ, പാലക്കാട്, പിന്നെ ഈ തുടങ്ങുന്നതിൽ ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അറിയാത്തവരങ്ങോട്ട് ഈ മുമ്പേ ഗമിച്ചിടുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന മാതിരി നമ്മൾ കുറച്ചൊക്കെ ലുബ്ധ വരുത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ലുബ്ധ വരുത്തിയത് കൊണ്ട് തന്നെ വൃത്തിയായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടും നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ക്ഷേത്രാനുഷ്ഠാന വാദ്യവുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. അടുത്തതായിട്ട് നമ്മൾ ഈ അനുഷ്ഠാന വാദ്യപ്രയോഗങ്ങൾ നേരത്തെ പറഞ്ഞ നിത്യനിദാനങ്ങൾ കഴിഞ്ഞു. പിന്നീടുള്ളത് അനുഷ്ഠാന വാദ്യകലാപ്രയോഗങ്ങളിൽ വിശേഷമായിട്ടുള്ള വാദ്യകലാപ്രയോഗങ്ങൾ, പാണി, വിളക്കാചാരം തുടങ്ങിയ വിഷയങ്ങൾ. പച്ചുണ്ണി ഗോപാലാശാനെ കുറിച്ച് പറയുമ്പോൾ ഈ എല്ലാ മേഖലയിലും പാണിയായാലും വിളക്കാചാരമായാലും ഇടയ്ക്കപ്രദക്ഷിണം
ഒരു ഉത്സവത്തോടനുബന്ധിച്ച് വരുമ്പോൾ എല്ലാ മേഖലയിലും അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വമാണ്. അപ്പം അതിനെക്കുറിച്ച്, അതിൻ്റെ പ്രാദേശിക ഭേദങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. വിളക്കാചാരത്തിനെ കുറിച്ച് നമുക്ക് ഏതാണ്ട് പറഞ്ഞു തുടങ്ങാം. പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിലെ ഒരു ക്ഷേത്രം നമ്മൾ സങ്കല്പിക്കുക. അതിൻ്റെ നട കിഴക്കോട്ടാണെന്നിരിക്കട്ടെ. 2 തരത്തിലാണ് വിളക്കാചാരം പതിവുള്ളത്. ഒന്ന്, ശ്രീഭൂതബലിയോടുകൂടെ ക്ഷേത്രപാലന് തുവിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് വലന്തല കൊട്ടി വന്ന് അഗ്നികോണിൽ നിന്നുകൊണ്ടാണ് സാധാരണ ഈ പ്രദേശങ്ങളിൽ വിളക്കാചാരം കൊട്ടാറുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇരിങ്ങാലക്കുട ഉത്സവത്തിന് ആ മറ്റേ കൂത്തമ്പലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് വിളക്കാചാരം വളരെ വിശേഷമായിട്ട് കൊട്ടാറുണ്ട്. അങ്ങനെ അത് തന്നെയല്ല, മറ്റേ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വരുന്നത് വിളക്കാചാരം അഗ്നികോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് കൊട്ടാറുള്ളത്. വിളക്കാചാരത്തിന് കൊട്ടേണ്ട പ്രത്യേക എണ്ണങ്ങളുണ്ട്. സാധാരണ സന്ധ്യയിൽ കൊട്ടി വെക്കേണ്ട കൊട്ടിയാൽ പോരാ. അതിന് അകമ്പടിയായിട്ട് വേണ്ടത് ചേങ്ങലയും വലന്തലയാണ്. ആലങ്കാരികതയ്ക്ക് വേണ്ടി പലപ്പോഴും ഏലത്താളവും ഇതും കൂടാറുണ്ട്. ആ വിളക്കാചാരം അവിടെ കൊട്ടിക്കഴിഞ്ഞാൽ 3 തവണ കൊലമ്പി വിളക്കാചാരത്തിൻ്റെ ഒരു പ്രത്യേക തരം കൊട്ടോടുകൂടി ക്ഷേത്ര കിഴക്കോട്ടാണെന്ന് സങ്കല്പിക്കാൻ പറഞ്ഞുവല്ലോ, വടക്കേ നട വരെ ഇതേ താളത്തിൽ തന്നെ, ചെമ്പട താളത്തിൽ തന്നെയാണ് കണ്ടത്. അവിടുന്ന് അങ്ങോട്ട് താളം ത്രിപടയിലേക്ക് മാറും. അവിടുന്ന് ത്രിപട കൂറ് കൊട്ടും. ആ ത്രിപടക്കൂറിൻ്റെ 2ാമത്തെ കാലം കലാശിച്ച് ഏകതാളത്തിലേക്ക് മാറും വടക്കേ നടക്കിലെത്തുമ്പോൾ. വടക്കേ നടക്കിൽ നിന്ന് ഏകതാളത്തിലേക്ക് മാറി വീണ്ടും ഈ അഗ്നികോണിൽ തന്നെ എത്തിയാൽ ദേവനെ പടിഞ്ഞാട്ട് അഭിമുഖമായി നിർത്തി അവിടെ വിളക്കാചാരത്തിൻ്റെ കേളി, ഒരു ചെറിയൊരു കഷ്ണം കേളി, കുഴപ്പറ്റും, കൊമ്പുപറ്റ് പതിവില്ല, കുഴപ്പറ്റും കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് മേളം തുടങ്ങുന്നത്. ആ മേളം ഒരു പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ഇടയ്ക്ക പ്രദക്ഷിണം. ഇടയ്ക്ക പ്രദക്ഷിണത്തിന് മറ്റേ ധ്വജത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് അവിടെ ഒരു ത്യാനി പാടാണ്ട്, അത് പാടിയതിന് ശേഷം വെറും 2 അക്ഷരം മാത്രം ദൈർഘ്യമുള്ള ഒരു താളത്തിലൊരു കൂറുകൊട്ടാണ്ട്. അതിന് ശേഷം ആ കൂറ് കൊട്ടിയതിന് ശേഷമാണ് ശംഖുളിച്ചിട്ട് ഒന്നുകിൽ പഞ്ചവാദ്യം അല്ലെങ്കിൽ കുറുങ്കുഴലും ഇടയ്ക്കായിട്ട് അടുത്ത പ്രദക്ഷിണം വരുന്നത്. ഈ 3 പ്രദക്ഷിണത്തോടുകൂടി വിളക്കാചാരം അവസാനിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇതുകൂടാതെ 2 വലത്തുകൂടി വലന്തലയും ചേങ്ങലയായിട്ട് കൊട്ടി വരുന്നൊരു സമ്പ്രദായമുണ്ട്. പിന്നൊരു സമ്പ്രദായം വിളക്കാചാരം കൊട്ടുന്നത് ശ്രീഭൂതബലി കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിച്ച് വീണ്ടും പടഹാദിയായിട്ട് കൊട്ടിപ്പുറപ്പെട്ടു വരും. അങ്ങനെ വന്ന് അഗ്നികോണിൽ നിന്ന് ഈ വിളക്കാചാരം കൂട്ടിയിട്ട് ഈ പറഞ്ഞ രീതി ആവർത്തിക്കും. ഇങ്ങനെ 2 അണിമംഗലം കൂട്ടത്തിലുള്ള തന്ത്രിമാർക്കൊക്കെ ശ്രീഭൂതബലിയോടുകൂടി ക്ഷേത്രപാലിന് തുവിക്കഴിഞ്ഞാലാണ് അവിടുന്ന് കൊട്ടി വന്നിട്ട് വിളക്കാചാരം കൊട്ടാറുള്ളത്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ മറ്റേ അകത്തുനിന്ന് ആദ്യം കൊട്ടി പുറപ്പെട്ടു വരും. ഇത് അങ്കുരാദി ധ്വജാദി ഉത്സവങ്ങൾക്കാണെന്ന് പ്രത്യേകം കൂടി ശ്രദ്ധിക്കണം. പടഹാദി ആയാൽ വിവരം മാറും. ആറാട്ട് കഴിഞ്ഞ് വന്ന് അതിനോട് കൂടിയിട്ടാണ് വടക്കോട്ടാണ് നടാൻ വെച്ചാൽ പിന്നെ നിരവധി കോണിൽ പോയി നിന്നിട്ട് വേണം വിളക്കാചാരം കൊട്ടാൻ, പടഹാദി ഉത്സവമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് വിളക്കാചാരത്തിൻ്റെ സാമാന്യമായ സമ്പ്രദായം. ഏറനാട് വള്ളുവനാട് താലൂക്കുകളാണെങ്കിൽ വിളക്കാചാരത്തിന് മരം കൂടും, പ്രത്യേകിച്ച് റോളൊന്നുമില്ല, കൊട്ട് മുഴുവൻ വലന്തലയിൽ എന്തെങ്കിലും കഴിയാറുണ്ട്. എൻ്റെ കൈകൾ വെക്കാനൊന്ന് വിശാപമുണ്ട്. വിളക്കാചാരത്തിന് ചേങ്ങല പിടിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ചേങ്ങല കൂടാറായോ എന്ന് ചോദിക്കാറില്ലേ? ഇല്ലേ? അങ്ങനെ അത് കിഴക്കേ നടക്കാൻ തന്നെ, കിഴക്കോട്ടാണ് നടാമെങ്കിൽ ധ്വജത്തിൻ്റെ ചുവട്ടും തന്നെയാണ് തുടങ്ങുക. ആ വിളക്കാചാരം പൂർണ്ണമായി വന്നതിന് ശേഷം പിന്നത്തെ പ്രദർശനത്തിനല്ലേ മേളം തുടങ്ങാറ്. മേളമായിട്ടും പതിവുണ്ട്. ചിലതിക്കൽ ഇടയ്ക്ക കഴിഞ്ഞിട്ട് മേളം, അങ്ങനെ ഇടയ്ക്ക പ്രദർശനം കഴിഞ്ഞിട്ട് മേളം പതിവുണ്ട്. അപ്പോൾ ഈ 5 പ്രദർശനം ഉണ്ടാവും. 3 പ്രദർശനം ഉള്ളു വെച്ചാൽ അതിന് വകുപ്പില്ല. 5 പ്രദർശനം ഉള്ള സ്ഥലങ്ങളായിരിക്കും അത്. അയ്യപ്പൻകാവിൽ ആണ്, അങ്ങനെയാണ് പതിവ്. അവിടെ 2 വിളക്കാചാരമുണ്ട്. അതായത് ശ്രീഭൂതബലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തേക്ക്, അവിടെ പടിഞ്ഞാട്ടാണ് നട, അകത്തേക്ക് എഴുന്നള്ളിക്കില്ല. നേരെ ക്ഷേത്രപാലനം കൂടി കഴിഞ്ഞ് വന്ന 5 പ്രദക്ഷിണമായി ശ്രീഭൂതബലി. നേരെ കൊടിമരച്ചോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വിളക്കാചാരം കൊട്ടി. ഈ അച്ചോട്ടൻ പറഞ്ഞതിൻ്റെ ചെറിയ അച്ഛനപാളാശാൻ ഞാൻ ഒത്തിച്ച് വന്നതാണ്. ഇപ്പോൾ കാന്തളൂരൊക്കെ കാണുന്നത് മരവും ചെണ്ടി ചേങ്ങലും ഉള്ളൂ. പക്ഷെ ഗുരുവായൂരൊക്കെ അങ്ങനെയാണ്. ഉണ്ടോ?
ഗുരുവായൂർ സമ്പ്രദായത്തിൽ മരവും ചെണ്ടയും ചേങ്ങലയുമായിട്ടാണ്. ഗുരുവായൂർ തിമലേ ഇല്ല. അല്ല, തിമലയുണ്ട്, ഇതിൻ്റെ തിമലയുണ്ട്. ഗുരുവായൂർ ഒരു എക്സെപ്ഷനാണ് എല്ലാവരിനും. പാണി കൊട്ടുന്നത് പോലും ചേങ്ങലയിൽ മാത്രമാണ്. വലന്തിരിയും ചേങ്ങലയും കൂട്ടിയിട്ടല്ലല്ലോ നിത്യശിവേലിക്ക് പാണി കൊട്ടാറുള്ളത്. പക്ഷെ പൊതുവേ മരം, തിമല, ചെണ്ട, ചേങ്ങലം അങ്ങനെ 4 വിളക്കാചാരം. അപ്പോൾ ഇവിടെ ഈ ശ്രീഭൂതബലി കഴിഞ്ഞ് നടക്കിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രദക്ഷിണം സാധാരണ പോലെ വിളക്കാചാരം കൊട്ടി ചുവട്ടം പറഞ്ഞ പോലെ വടക്കേ നടക്കിലെത്തിയ കേളിയാണ്. പക്ഷേ അത് അപ്പം കൊട്ടില്ല. അതിന് പകരം കേളി കഴിഞ്ഞ് കൊട്ടുന്ന വലിയ ഏകതാളം എന്ന് പറഞ്ഞ എണ്ണം കൂട്ടി നടക്കിൽ വന്ന് ക്ഷമാ നൃത്തത്തോടു കൂടി ആ പ്രദക്ഷിണം കഴിഞ്ഞ് വീണ്ടും 2 പ്രദക്ഷിണം വലന്തലയും ചേങ്ങലുമായിട്ട് കുട്ടി അകത്തേക്ക് കയറി തിരുവേഗപ്പുറം ചെറുപ്പശ്ശേരി മാത്രം ഒരു ചടങ്ങാണ് കേട്ടുന്നത്. നേരത്തെ പറഞ്ഞ തൃപ്പക എല്ലാ ക്ഷേത്രത്തിലും ഏറ്റവും അവസാനമാണ്. പക്ഷെ ഇവിടെ അകത്തേക്ക് കയറിയ തൃപ്പകയാണ്. തൃപ്പക കഴിഞ്ഞിട്ടാണ് പിന്നെ വലന്തല കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിക്കുക. എന്നിട്ട് തായമക, കേളി, കൊമ്പുവെട്ട്, കുഴൽപ്പറ്റ്. അതിനുശേഷം നേരത്തെ അച്ചൂട്ടം പറഞ്ഞ അതേ പ്രൊസീജിയർ വലന്തല കൊട്ടി വലകായത്തിന് എണ്ണം കൂട്ടി വന്ന് ക്ഷേത്രപാലൻ്റെ അവിടെ എത്തിയാൽ, പടിഞ്ഞാട്ടാണ് നട, അവിടെ എത്തിക്കഴിഞ്ഞാൽ മരവും തിമലയും എല്ലാം കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ വടക്കേ നടക്കിൽ അല്ലാതെ തെക്കേ നടക്കിലാണ്. തെക്കേ നടക്കിൽ എത്തിക്കഴിഞ്ഞാൽ കേളി, അത് കുഴൽപ്പറ്റ്, പിന്നീട് ഇടയ്ക്ക പ്രദക്ഷിണം. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഇടയ്ക്കൂട് കൊട്ടുന്ന സമ്പ്രദായം ഇല്ല. അപ്പോൾ ഒരു ത്യാരി പാടും. ആരക്കാച്ചാൽ വിഷ്ണു അയ്യപ്പൻ ആരാച്ചാൽ അത് പാടി വേഗം പാടി അവസാനിപ്പിച്ച് ശംഖ് വിളിച്ച് ഉത്സവകാലമായാൽ നാദസ്വരം ഉണ്ടാകും. സാധാരണ അയ്യപ്പൻകാവിനെ സംബന്ധിച്ച് നിത്യം ഇടയ്ക്ക പ്രദക്ഷിണമുണ്ട്. കുറുങ്കുഴലാണ്, പക്ഷെ പാട്ടൊന്നുമില്ല, ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു സമ്പ്രദായം അവിടെ ഉണ്ട്. പൊതുവെ ഈ വള്ളുവനാട് ഭാഗത്തുള്ള ഉത്സവങ്ങൾക്ക് നാദസ്വരത്തോടു കൂടി ഇങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തെ വിളക്കാചാരത്തിന് 5 പ്രദക്ഷിണം. ഈ കഴിഞ്ഞില്ല, ഇടയ്ക്ക പ്രദക്ഷിണം കഴിഞ്ഞ് മേളം കഴിഞ്ഞാൽ വീണ്ടും 2 പ്രദക്ഷിണം വരുന്നില്ല. അല്ല, ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. രണ്ടാമത് വിളക്കാചാരം എന്ന് പറഞ്ഞാൽ 5 പ്രദക്ഷിണം. ഒന്നുമില്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5. ഇവിടെ മാത്രം 2 തരത്തിലുണ്ടാകുന്നുണ്ട്. ആദ്യത്തെ കഴിഞ്ഞാൽ അകത്തേക്ക് പോയിട്ടാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. 5 പ്രദക്ഷിണം. ഒന്നുമില്ലെങ്കിൽ 3 പ്രദക്ഷിണമാണ് ചുട്ടം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ 5 പ്രദക്ഷിണം. 2 വിളക്കാചാരം കൊട്ടാൻ ഒരു താന്ത്രിക വിധികളും അനുശാസിക്കുന്നില്ല എന്നാണ് വിചാരിക്കണത്. തൃപ്പക കഴിഞ്ഞ് വീണ്ടും എഴുന്നള്ളിച്ചാൽ അത് ഏത് രൂപത്തിലാണ് നമ്മൾ കണക്കാക്കേണ്ട എഴുന്നള്ളത്ത്? ആ എഴുന്നള്ളിച്ചതുകൊണ്ട് ഒരു വിളക്കാചാരം കൊട്ടുക എന്നേ ഉള്ളൂ. അല്ല, ഈ പറഞ്ഞൊരു സംശയം വന്നപ്പോൾ അതെ, അല്ല, അത് 2 പിന്നെ മറ്റേ മുഴുവൻ അറിഞ്ഞിട്ട് പറയല്ല. ചിലപ്പോൾ താന്ത്രിക മതം അനുസരിച്ചോ അല്ലെങ്കിൽ താന്ത്രിക ധാർഷ്ട്യം അനുസരിച്ചോ ആദ്യത്തെ കഴിഞ്ഞാൽ തന്ത്രിയമ്പൂരിക്ക് പോവാം. ശരിയാണോ? മറ്റത് അകത്തേക്ക് എഴുന്നള്ളിക്കണം വരെ അവരവിടെ നിൽക്കണം. അതിൻ്റെ ലുബ്ധ കാണിച്ചതുകൊണ്ടും മറ്റേ അവരുടെ അധികാരത്തിൻ്റെ ഇതും കൊണ്ട് ഇങ്ങനെ ശീലിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ആശ്രിതത്വം കൊണ്ട് അത് തുടങ്ങിയിട്ടുണ്ടാവാം. സ്വതേ ഒരു വിളക്കാചാരത്തിനേ വകുപ്പുള്ളൂ. അത് വളരെ വൃത്തിയായിട്ട് ഈ ചെറുപ്പശ്ശേരിയിലും നടക്കുന്നുണ്ട്. വായു കൊണ്ടിൽ നിന്നിട്ടാണ് വിളക്കാചാരം കൊട്ടാറുള്ളത്, അല്ലേ? ദേവൻ കിഴക്കോട്ട് അഭിമുഖമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് ദേവനെ മറ്റേ വിളക്കാചാരത്തും കൊട്ടണ സമയത്ത് ദേവനെ എവിടേക്കാണ് നിർത്തുക? എവിടേക്കാണ് തായമ്പൂട്ടും എഴുന്നള്ളിച്ച് വയ്ക്കാറ്? വടക്കേ നടക്കിൽ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. കിഴക്കോട്ടാണ് അവന്. അപ്പോൾ അതിന് മുമ്പിൽ നിന്നിട്ടാണല്ലോ നമ്മൾ കൊട്ടാറ്. 100% ശരിയാണ്. തൃപ്പക കഴിഞ്ഞ് വേറെ ഒന്നിനും ഒരു വകുപ്പുമില്ല. തീർച്ചയായിട്ടും ഏറ്റവും അവസാനത്തെ ആണെന്നാണ് ധരിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഓരോ കാലത്ത് ഊരാളന്മാരുടെയോ തന്ത്രിമാരുടെയോ നിഷ്കർഷാനുസരണം നമ്മൾക്ക് അങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റാത്ത ആശ്രിതത്വം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പലത്. ഇപ്പോൾ ഗുരുവായൂർ മറ്റേ സാധാരണ നിലയ്ക്ക് തന്നെ വിളക്കാചാരം 2-3 കൂട്ടുന്ന സമയങ്ങളുണ്ട്. വിളക്കിന് എഴുന്നള്ളിച്ചിട്ട് ഇല്ലേ? അതിനെന്ത് നമ്മൾ നിയമം പറയുക? ഒരു എക്സെപ്ഷൻ. അതിൽ കിട്ടാണ്ടിരുന്നാൽ നമുക്ക് കാശ് കിട്ടില്ല, അല്ലെങ്കിൽ അതിനെ തടുത്താൽ നമുക്ക് മാരാത്തേക്ക് ചോറ് വരില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യണമെന്ന് മാത്രം തന്നെ പറയാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അധികം പറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഈ ഒരു വിഷയം ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവേഗപ്പുറം അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. തിരുവേഗപ്പുറം എങ്ങനെയാണ് ഉണ്ടാവുക? അവിടെ സാംഗമായിട്ടാണ് പ്രതിഷ്ഠ. ഒരു നാലമ്പലത്തിന് അകത്ത് ശിവൻ, വിഷ്ണു, ശങ്കരനാരായണൻ ഈ 3 ആളെയും കൂട്ടി എഴുന്നള്ളിക്കുകയാണ് ചെയ്യുക.
നട കിഴക്കോട്ട് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു കാലത്ത് ഈ സിസ്റ്റം ഉണ്ടാവാൻ സാധ്യത? 2 വാക്കുകളല്ല, തൃപ്പത കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഈ സൂത്രമാണ്. നമ്മൾക്ക് നമ്മുടെ ആശ്രിതത്വം അവരുടെ അധികാരവും കൂട്ടിമുട്ടിയപ്പോൾ നമുക്കങ്ങനെ ചെയ്യേണ്ടി വന്നത് മാത്രമാണ്. സംഘടന പ്രമേയം പാസ്സാക്കണം അധികാരത്തിനെതിരെ. ഇതിനേക്കാൾ മാറ്റപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആർക്കും പ്രതികരിക്കാൻ നമ്മൾ പ്രാപ്തരല്ല. ഇപ്പോൾ ജനകീയത്വം വന്നതോടുകൂടി അത് ഇന്നലെ അവിടെ എങ്ങനെ ഉണ്ടായത്, അത് കാരണം അത് കൊട്ടാൻ തരണ്ടെങ്കിൽ താൻ വന്നാൽ മതി, അല്ലെങ്കിൽ സംഗതി തയ്യാറുള്ള ആൾ വേറെ ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഇല്ലാണ്ടാവും, ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനും ആവാമെന്ന് വിചാരിക്കും. അത്രേ അതിനുള്ളൂ എന്നാണ് തോന്നണേ. അപ്പോൾ ഞാൻ ചെയ്യാണ്ടിരുന്നതുകൊണ്ട് ഇയാൾ വന്ന് ചെയ്യാണ്ടിരിക്കില്ല, അയാൾ റെഡിയാണ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വിഷയം മാറിപ്പോണ്ട. അടുത്തത് ഏറ്റവും അനുഷ്ഠാന വാദ്യകലാപ്രയോഗത്തിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് പാണി. ചെറിയ പാണി, വലിയ പാണി, പിന്നീട് അതിൻ്റെ വിശേഷമായിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടൊന്ന് വളരെയധികം നേരം പറയേണ്ടതാണ്, എങ്കിലും ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ഏറനാട് വള്ളുവനാട് താലൂക്ക് ഒഴികെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തിമലപ്പാണി പ്രചാരത്തിലുണ്ട്. അതിന് ശൈവ വൈഷ്ണവ ഭേദങ്ങളില്ല. തിമലിയും ചേങ്ങലിയും മാത്രമേ വേണ്ടൂ. ശംഖ് വിളിച്ച് തുടങ്ങുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ സ്വതേ പാണിക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെ തത്വം പാണിത്രയ സമുചിതം പഞ്ചതാളേ പ്രയോജ്യം ദൈവസ്ഥാനം തദിതി തദനു ത്വം പദം ച ആവൃതീനാം ബല്യാരംഭേ സുമനുകൃതിഭി പൂജകൈ സംപ്രതിഷ്ഠേ ക്ലിപ്തം സർവ ആവരണസഹിതം ച ആഹുയേ തത്ര ദേവം. ഇവിടെ നമ്മുടെ ജോലി ദേവനെ ആഹ്വാനം ചെയ്യലാണ്. ആഹ്വാനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലിയ പാണിയൊക്കെ ആണെങ്കിൽ നമ്മൾ പൂജകനോട് അനുവാദം ചോദിക്കാറുണ്ട്. ഈ അനുവാദം ചോദിക്കുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇതിൻ്റെ ആൾക്കാരെയൊക്കെ ദക്ഷിണിക്കാൻ പോവുകയാണ്, അവരെ വേണ്ട മാതിരി ട്രീറ്റ് ചെയ്യാൻ അങ്ങ് തയ്യാറായിട്ടുണ്ടോ എന്നാണ് ചോദിക്കണത്. അതിന് നമ്മൾ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തിയിട്ട് ഞാൻ പറയേണ്ടതാണെന്ന് പണി കിട്ടുമോ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലും പതിവുണ്ട്. നമുക്ക് വാണി ഒട്ടാം എന്ന് പറഞ്ഞ് പോയാൽ ഇവരവിടെ പോയി ലഹള കൂടാറും പതിവുണ്ട്. അതിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ കാപ്പി കുടിക്കാനോ മൂത്രം ഒഴിക്കാനോ പോകേണ്ട ഈ പാണിക്ക് വിളക്ക് വെച്ചതിന് ശേഷമാവും, സമ്മതം കൊടുത്തതിന് ശേഷമാവും. ഇതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അധികാരമില്ലാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വം തയേ ശബ്ദേന പഞ്ചതാളസ്യ മാത്രകാഹ കരടായാം പ്രയോക്തവ്യം ദാസകൈരതിശിക്ഷിതൈ. ഇത്രയും പ്രാധാന്യം കൂടി പാണി പ്രയോഗിക്കുന്നതിൽ നമ്മൾ അനുഷ്ഠിക്കാനുണ്ട്. ഇത് ആണ് മധ്യകേരളത്തിലെന്നല്ല, മറ്റേ ഏതാണ്ട് തിരുവനന്തപുരം തൊട്ട് തന്നെ ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ ഒഴികെ മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഏതാണ്ട് ഇങ്ങനത്തെ നടക്കണം. ഈ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ചെണ്ട, തിമല, മരം, ചേങ്ങല, ശംഖ് ഇങ്ങനെ 5 വാദ്യങ്ങൾ കൂടിയിട്ടാണ് പാണി പതിവുള്ളത്. ഈ പാണിക്ക് തന്നെ വലിയ പാണിയാണ് കൊട്ടുന്നതെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ മൂലപാണി ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഒരൊറ്റ ഒന്നും തന്നെ കൊട്ടാനുള്ളൂ. മൂലപാണിയുടെ സമയത്ത് മാത്രമേ അത് ശൈവവും വൈഷ്ണവുമായിട്ട് മാറുന്നുള്ളൂ. നേരെ മറിച്ച് മധ്യ കേരളത്തിലുള്ള സമ്പ്രദായത്തിൽ ഓരോന്നിനും പ്രത്യേകതരം പാണി തന്നെയുണ്ട്. ശൈവം, വൈഷ്ണവം, ഭാഗവത്യം, ബ്രഹ്മൻ, ഇങ്ങനെ 4 പാണികൾ തന്നെ പ്രചാരത്തിലുണ്ട്. അതിൽ ബ്രഹ്മൻ പാണി ഏതാണ്ട് അന്യം നിന്ന് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് അന്വേഷിച്ചിട്ട് എവിടുന്നും കിട്ടിയില്ല. ഈ 3 പാണികൾ നടക്കാറുണ്ട്. അതിൽ ഊരകത്ത് നടക്കുന്നതാണ് ഭാഗവത്യം പാണി. അത് അവിടെ മാത്രമേ നടക്കുന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിലും ചില ക്ഷേത്രങ്ങളിലേക്ക് തനതായിട്ടൊരു പാണി സമ്പ്രദായം പ്രചാരത്തിലുണ്ട്. തൃപ്രയാർ അമ്പലത്തിൽ, തൃപ്രയാർക്ക് മാത്രമുള്ള പാണിയാണ്. തൃക്കൂരമ്പലത്തിൽ അവിടേക്ക് മാത്രം ബാധകമായിട്ടുള്ള പാണിയാണ്. മുളങ്കുന്നത്തുകാവിൽ ആ ക്ഷേത്രത്തിൽ മാത്രം കൊട്ടേണ്ട ഒരു പാണിയുണ്ട്. വെങ്ങാനെല്ലൂര് ഒരു പാണി ഉണ്ടായിരുന്നു, അത് പറയണവരാരുമില്ല, ആരോട്ട് കൊട്ടണമില്ല സാധാരണ. ഇങ്ങനെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ അതത് ക്ഷേത്രങ്ങളിലേക്ക് തനതായിട്ടൊരു പാണി സമ്പ്രദായം. തിരുവഞ്ചിക്കുളം അവിടേക്ക് പ്രത്യേകമായിട്ടൊരു പാണിയുണ്ട്. ഇത് എന്തുകൊണ്ട് പ്രചാരത്തിൽ വന്നു? അപ്പോൾ ഈ പാണി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ദൈവത്തിൻ്റെ ധ്യാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ക്ഷേത്രത്തിൻ്റെ ഭൂപ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണോ എന്ന്
നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം തൃക്കൂരമ്പലം എന്ന് പറഞ്ഞ ഒരു പാറയുടെ മുകളിലാണ് ആ അമ്പലം. മതിൽക്കകവും ത്തിൻ്റെ കണക്കും നാലമ്പലത്തിൻ്റെ കണക്കും തമ്മിൽ ഒരു ബന്ധവും നമുക്ക് സാധാരണ നിലയ്ക്ക് തോന്നില്ല. അപ്പോൾ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടാണോ പാണി രൂപകൽപ്പന ചെയ്ത്? അങ്ങനെയാണെങ്കിൽ തൃപ്രയാർ എന്തുകൊണ്ട് പ്രത്യേകം പാണി വന്നു? നട പടിഞ്ഞാട്ടാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ മുളകുംതാവിലുള്ളൂ. അവിടേക്ക് എങ്ങനെ ഒരു പാണിക്ക് ഒരു പ്രത്യേകത വന്നു? ഇത് നമ്മളിപ്പോൾ ഒരു ജന്മം കൊണ്ടൊന്നും നമുക്ക് ഒന്നും പഠിക്കാൻ സാധിക്കില്ല. അത്രയും വലുതായിട്ടാണ് തോന്നുന്നത്. ദേവൻ്റെ ധ്യാനത്തിനോടനുബന്ധിച്ചായിരിക്കണം പാണി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ നിഗമനം മറ്റേ അറിവല്ല കേട്ടോ. ഇത് അതിൽ അങ്ങനെ വരുമ്പോഴാണ് ഈ സംശയം കൂടിയത്. തൃക്കൂരമ്പലത്തിലെ പാണി കണ്ടപ്പോൾ ചേങ്ങലേന്നാണ് പാണി തുടങ്ങുക. നാം നാം എന്ന് പറഞ്ഞിട്ടാണ് പാണി തുടങ്ങുക. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എന്നുണ്ടോ വെച്ചാൽ എങ്ങനെയാണ് പറയുക? നമ്മുടെ സംശയം കൂട്ടുക, അതന്നെ പണിയുള്ളൂ. ഇത് ഈ പാണി വിഷയം എന്നുള്ളത്, പാണി കൊട്ടുക എന്നുള്ളത് ദേവതാഹ്വാനാർത്ഥം എന്ന് പറഞ്ഞു. ഈ തന്ത്രി ചെയ്യുന്ന ക്രിയയിൽ ഈ ശബ്ദത്തിന് ആസ്പദമാക്കിയിട്ട് വിശേഷ പഞ്ചതത്വം ചെല്ലുമ്പോൾ ഒന്നാമപ്പരായ ശബ്ദതന്മാത്ര സ്വരൂപമായ പ്രാണാത്മനീയ നമാണ് അതിനൊരു മന്ത്രമുണ്ട്. ഈ കൊട്ടുന്ന വിഷയം അതും ഈ ചെയ്യുന്ന ഈ ക്രിയയും തമ്മിൽ നേരത്തെ പറഞ്ഞു വെച്ചാലും അതിനെക്കുറിച്ച് ചൂടി ആധികാരികമായിട്ടൊന്ന് പറഞ്ഞു. ഞാൻ ഈ പാണിയെക്കുറിച്ച് ഒരു ദിക്കിൽ ചെറിയൊരു പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്, മുഴുവനായിട്ടല്ല. അത് വായിക്കാൻ അനുവാദമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ചർച്ച തുടങ്ങിയാൽ മതിയോ? നിർത്തേണ്ട സമയമായി പറഞ്ഞോളൂ, ഞാൻ നിർത്തിക്കോളാം കേട്ടോ. ഗൂഢതത്വങ്ങളുടെ നിലവറ എന്നാണ് ഞാനൊരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. കേരളീയമായ വിഗ്രഹാരാധനാ പദ്ധതികളുടെ അവിഭാജ്യ ഘടകമായ പാണിവാദനം കാണാത്തവരും കേൾക്കാത്തവരുമായ ക്ഷേത്ര സംബന്ധികളായ ജനങ്ങൾ വിരളമായിരിക്കും. ദൃശ്യശ്രവ്യമായ മാർഗത്തിലൂടെ മാത്രം പാണിയുടെ അന്തസത്യം ഉൾക്കൊള്ളുക അസാധ്യമാണ്. സങ്കീർണമായ പ്രപഞ്ചതത്വങ്ങളാൽ ആവൃതമായ പ്രകൃതിയെ അനാവരണം ചെയ്യുവാൻ ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. സാധാരണക്കാരായ അന്വേഷണ കുതികകൾക്കുള്ള ഒരു പ്രചോദനമാണ് ഈ ലേഖനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. കേരളീയ വാദ്യോപകരണങ്ങളുടെ വിനിയോഗം അനുഷ്ഠാനം, ആഘോഷം, അനുസാരി എന്നിങ്ങനെ 3 തരത്തിൽ വിഭജിക്കാവുന്നതാണ്. വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് പൂജാവിധാനങ്ങളുടെ പൂരണത്തിനായി പ്രയോഗിക്കുന്നവ അനുഷ്ഠാനവാദ്യങ്ങളും ചെണ്ടമേളം, പഞ്ചവാദ്യം, തായമ്പക മുതലായ ആസ്വാദന പ്രധാനങ്ങളായ ആഘോഷവാദ്യങ്ങളും കഥകളി, കൂടിയാട്ടം, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള വാദനം അനുസാരി വാദ്യങ്ങളും ആകുന്നു. പ്രാദേശികമായ സമ്പ്രദായ ഭേദങ്ങൾ പ്രചാരത്തിലുള്ള മരപ്പാണി എന്ന തികച്ചും അനുഷ്ഠാനപ്രധാനമായ അവതരണം, കലശാഭിഷേകങ്ങൾ, ഉത്സവബലി, ജയാബലി, വിജയബലി, കുമാരബലി, ദുർഗാബലി, പള്ളിവേട്ടയ്ക്കും ഗ്രാമബലിക്കും ആറാട്ടിനും ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ എന്നിവയ്ക്ക് മുന്നോടിയായി പ്രയോഗിച്ചു വരുന്നു. അനുഷ്ഠാന പ്രധാനമായ പ്രയോഗമായതിനാൽ അനുഷ്ഠാനം എന്നാൽ എന്തെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അനുഷ്ഠാനം എന്ന പദത്തിന് ആചരണം, പ്രവൃത്തി, മറ്റൊന്നിനെ അനുസരിച്ചുള്ള പ്രവർത്തനം, ശാസ്ത്രവിഹിതമായ കർമ്മം ചെയ്യൽ, മതകർമ്മ ആചരണം എന്നീ അർത്ഥങ്ങൾ ശബ്ദധാരാവലിയിൽ കാണുന്നു. വിഗ്രഹാരാധനാ പദ്ധതിയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നതാണ് കേരളത്തിലെ താളവാദ്യമേള സംസ്കാരം. കൃതത്രേതാദ്വാപര യുഗങ്ങളിൽ യഥാക്രമം ധ്യാനം, യാഗയജ്ഞാദികൾ, സ്തുത്യർച്ചനകൾ മുതലായവയാൽ ഈശ്വര സാക്ഷാത്കാരം കൈവരിച്ച മനുഷ്യ മനസ്സിന് കലിയുഗത്തിൽ വിഗ്രഹാരാധനയാകുന്ന മാധ്യമം അനിവാര്യമായി. ഈ പറയുന്ന ഒരു ആവർത്തനം വന്നിട്ടുണ്ട്, പക്ഷേ ആ ലേഖനത്തിന് വേണ്ടി എനിക്കത് എഴുതേണ്ടി വന്നതാണ്. പഞ്ചഭൂതങ്ങളായ ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി
എന്നിവയുടെ ഗുണവിശേഷങ്ങളായ ശബ്ദ സ്പർശ രൂപരസഗന്ധാദി ബാഹ്യപ്രതീകങ്ങളെ സമാശ്രയിച്ചുകൊണ്ടാണ് വിഗ്രഹാരാധനാ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൗളം, ഗൗഡം, കാശ്മീരം തുടങ്ങി വിവിധങ്ങളായ താന്ത്രിക പൂജാപദ്ധതികൾ പ്രചാരത്തിലുണ്ട്. ഭൂപ്രകൃതിയും ജീവിതശൈലിയും സംസ്കാര വൈജാത്യങ്ങളും ആരാധനാ സമ്പ്രദായത്തിലും പ്രതിഫലിക്കുന്നു. മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്നീ പഞ്ചമകാരങ്ങളെ കൊണ്ടുള്ള ആരാധനാരീതികൾ ആയതിന് ഉപോദ്ബലകമാണ്. ജീവാത്മാ പരമാത്മാ സംയോജനമാണ് ആത്മീയ സംസ്കാരം ലക്ഷ്യമാക്കുന്നത്. ഈ സംയോജനം വൈദിക മാർഗത്തിലൂടെയും ലൗകിക മാർഗത്തിലൂടെയും സാക്ഷാത്കരിക്കാവുന്നതാണ്. നിരാകാരനും അനശ്വരനും നിരാമയനുമായി വേദം ബ്രഹ്മത്തെ വാഴ്ത്തുമ്പോൾ മൂർത്തമായതും ഇന്ദ്രിയങ്ങൾക്കനുഭവയോഗ്യമായതും വ്യക്തവുമായ സങ്കല്പത്തെ ലൗകികർക്കായി തന്ത്രം സ്പഷ്ടമാക്കുന്നു. തന്ത്രമാർഗത്തെ വാമാചാരമെന്നും സമയാചാരമെന്നും താന്ത്രിക മതം രണ്ടായി കൽപ്പിക്കുന്നു. മാർഗമേതായാലും ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം തന്നെ. പഞ്ചഭൂതങ്ങളിൽ ആകാശഭൂതത്തിൻ്റെ വിശേഷമായ ശബ്ദഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശാഖയാണ് വാദ്യവാദനം. ആകാശാൽ സംഭവോ നാദ എന്ന് ആഗമങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ശബ്ദത്തിന് നാദം, ഒച്ച എന്നീ രണ്ട് സ്വഭാവങ്ങളുണ്ട്. ക്രമികങ്ങളായ കമ്പനങ്ങളാൽ ഉദ്ഭൂതമാകുന്ന അനുരണനാത്മകമായ ശബ്ദത്തെ നാദം, മെലോഡിയസ് എന്നും അല്ലാത്തവയെ ഒച്ച, നോയ്സ് എന്നും വിശേഷിപ്പിക്കുന്നു. താളവാദ്യമേളങ്ങളുടെ ശ്രവണത്താൽ പ്രയോക്താക്കളിലും ശ്രോതാക്കളിലും സത്വ രജ തമോ ഗുണങ്ങളിലെ സത്വഗുണത്തെയും രജോ ഗുണത്തെയും സാന്ദർഭികമായി പ്രകാശിപ്പിക്കുകയും തമോ ഗുണത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. താന്ത്രിക പൂജകളുടെ ഭേദഭാവങ്ങൾക്ക് അനുയോജ്യമായി ജീവജാലങ്ങളിലും പ്രകൃതിയിലാകെ തന്നെയും ശാശ്വതമായ സുഖാനുഭൂതി വളർത്തുന്ന രീതിയിലാണ് വാദനക്രമം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. താന്ത്രിക ക്രിയകളുമായി താതാത്മ്യം പ്രാപിച്ച് ക്രിയകളുടെ ഭേദഭാവങ്ങൾക്കനുസരിച്ച് ക്രിയകൾക്കുള്ള പൂർണ്ണത കൈവരിക്കാൻ ഉതകുമാറ് അനുഷ്ഠാനവാദ്യ പ്രയോഗ രീതിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. വൈദിക സിദ്ധാന്തവും താന്ത്രിക സിദ്ധാന്തവും പ്രപഞ്ചത്തെ വ്യത്യസ്ത ഭാവങ്ങളിൽ കാണുന്നു. മാനുഷിക ബുദ്ധിശക്തിക്ക് അപ്രാപ്യമായ സ്പന്ദനവിശേഷത്തോടുകൂടിയ ശബ്ദബ്രഹ്മം ഘനീഭവിച്ച് അഹങ്കാരവും ആകാശം, ഭൂമി, വായു, അഗ്നി, അപ്പ് എന്നീ പഞ്ചഭൂതങ്ങളായും പരിണമിച്ചുണ്ടായ ഈ പ്രപഞ്ചം മിഥ്യയല്ല, സത്യം തന്നെ എന്ന താന്ത്രിക മതം ശങ്കരാചാര്യസ്വാമികൾ രചിച്ച സൗന്ദര്യലഹരിയിലെ മനസ്ത്വം, വ്യോമത്വം, മരുദസി, മരുൾ സാരഥിരസി, ത്വം ആപസ്ത്വം ഭൂമിസ്ത്വയീ പരിണതായാം ന ഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷ ചിദാനന്ദാകാരം യുവതിഭാവേന ബിഭൃഷേ എന്ന ശ്ലോകത്തിലൂടെ സ്ഥിരീകരിക്കുന്നു. ശബ്ദ സ്പർശ രൂപരസഗന്ധാദികളായ പഞ്ചഭൂത ഗുണവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ താന്ത്രിക പൂജാവിധികളിൽ ശബ്ദഗുണപ്രതീകമായ വാദ്യവാദനത്തിൻ്റെ അനുപേക്ഷണീയത സമർത്ഥിക്കുന്നതാണ് ഈ മുഖപുര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ പരശുരാമ പ്രോക്തമായ കേരളീയ താന്ത്രിക പൂജാവിധാനങ്ങളിലാണ് മരപ്പാണി എന്ന അനുഷ്ഠാനം ആചരിച്ചു വരുന്നത്. കടപയാദി അക്ഷരസംഖ്യാക്രമമനുസരിച്ച് മരം എന്ന പദത്തിൻ്റെ അക്ഷരസംഖ്യ 25-ഉം പാണി എന്ന പദത്തിൻ്റെ അക്ഷരസംഖ്യ 51-ഉം ആകുന്നു. മരം എന്ന വാദ്യോപകരണത്തിൻ്റെ അക്ഷരസംഖ്യയായ 25 എന്നത് ശൈവാഗമത്തിലും വൈഷ്ണവാഗമത്തിലും
പൊതുവിലുള്ള പഞ്ചവിംശതി തത്വങ്ങളായും പാണി എന്ന പദത്തിൻ്റെ അക്ഷരസംഖ്യയായ 51 എന്നത് കലകൾ അല്ലെങ്കിൽ സ്വരങ്ങൾ, 1 കലകൾ, 2 വികലങ്ങൾ വ്യഞ്ജനങ്ങൾ മുതലായ ലിപികളായും പ്രതിനിധാനം ചെയ്താൽ സൃഷ്ടിക്രമത്തിലും സംഹാരക്രമത്തിലും വരുന്ന തത്വങ്ങളെയും ക്രമങ്ങളെയും പാണിവാദനത്തിന് പൂജാവിധാനവുമായുള്ള താതാത്മ്യം ബോധ്യമാവും. ലിപിന്യാസം കൊണ്ടാണല്ലോ ചെയ്യാറുള്ളത് ഈ പൂജയുടെയും തുടക്കം. ഈ ആദ്യത്തെ പഞ്ചവിംശതി തത്വങ്ങൾ മുഴുവനായിട്ടും ചെയ്തിട്ടല്ലേ പതിവ്. പഞ്ചവിംശതി തത്വങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, 3 അന്ധക്കരണങ്ങൾ, പ്രാണൻ, ഗുണപ്രകൃതികൾ, ജീവാത്മാവ്, ഇങ്ങനെ 25 തത്വങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു പൂജ മുഴുവനായിട്ടും നടത്തുന്നത്. ഇതിൽ വരുന്നതാണ് ലിപിന്യാസം. 51 അക്ഷരം, അർത്ഥത്തിൽ 51 എടുക്കാനുള്ളൂ. നമുക്ക് 52 56 നമ്മൾ എടുക്കാറില്ലല്ലോ ലിപികൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പാണിവാദനം നടക്കുന്നത്. ഓ ചോദിക്കും. ഓരോ പദത്തിനും കടഭയാദി സംഖ്യ അനുസരിച്ച് അക്ഷരസംഖ്യ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതെ, സംശയമില്ല. അതിൽ യുക്തി കുറവുള്ളത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും വേണം. തന്നെയല്ല, അതെ, കണ്ടുപിടിക്കാനുള്ളൊരു കാരണം ഇതാണ്. നമ്മുടെ ഇവിടുന്ന് മുട്ടപ്പള്ളി തിരുമേനി ഇരിക്കേണ്ട അദ്ദേഹത്തിന് അറിയാലോ, ലിപിന്യാസങ്ങളില്ലാതെയും മറ്റേ പഞ്ചവിംശതി തത്വങ്ങളില്ലാതെയും ഒരു പൂജ മുഴുമിക്കാനോ തുടങ്ങാനോ പറ്റില്ല. ഒരു സംശയമില്ലല്ലോ അതിന്. ശൈവ തത്വമായിട്ടാണ് വരണമെങ്കിൽ ഇതിൽ കൂടെ 11 കൂടി കൂടും, 36 തത്വങ്ങളാവും. അതിനനുസരിച്ച് തന്നെ പാണിയുടെ കൈകളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. 64 കൈന് പകരം പകർച്ച എന്നുള്ള ഘട്ടം കൂടിയിട്ട് ശൈവം പാണിക്ക് ഞങ്ങളുടെ ഈ ഒരു സമ്പ്രദായത്തിൽ വർദ്ധിക്കുന്നുണ്ട്. മറ്റേ ഇവിടുത്തെ ഏറനാട് വള്ളൂനാട് താലൂക്കുകളിലും ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ മൂലപാണി കൊട്ടിയിട്ടാണല്ലോ അവസാനിക്കാറ്. ആ ദിക്കിൽ മാത്രമാണ് വൈഷ്ണവും ശൈവവും വ്യത്യാസം വരുന്നത്. അത് ഈ പഞ്ചവിംശതി തത്വങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തന്നെയല്ലേ ചെയ്യണേ. വളരെ അപൂർവമായിട്ട് ശങ്കരനാരായണൻ്റെ പണിയുണ്ട്. ശങ്കരനാരായണൻ്റെ തിരുവപ്പറയിലുണ്ട്. അത് കൊട്ടുന്നവരുണ്ടോ ഇപ്പോൾ? തിരുവപ്പറ നിത്യം ശിവയിലേക്ക് കുട്ടികൾ തന്നെ കൂട്ടുപാണി പറഞ്ഞിട്ട് ശിവനും വിഷ്ണുവിനും ശങ്കരനാരായണനും കൂടിയിട്ടുള്ളതൊന്നാണ്. ഇപ്പം ഉത്സവകാലത്ത് കൊട്ടുന്നത് തിരുവപ്പറ ഒരാൾ കൂട്ടുന്നുണ്ട് കൃഷ്ണമായിട്ട്. അതെ, അതെങ്ങനെയാണ്? ശങ്കരനാരായണൻ്റെ ഉത്സവലിക്ക് മാത്രമാണോ? അല്ല, ഉത്സവലിക്കല്ല, അവിടെ ഉത്സവകാലത്തുള്ള ശിവയിലേക്കും ശ്രീഭൂതലിക്കും മാത്രം. ശങ്കരനാരായണന് മാത്രം അല്ല, 3 ആൾക്കും ഉത്സവകാലത്ത് കൊട്ടുമ്പോൾ പാണി ഒന്നിച്ച് കൊട്ടും. അങ്ങനെയാണ്. ഒരു പാണിയിൽ 3 എഴുന്നള്ളിക്കോ? ഉത്സവലിക്ക് അതാത് ഒന്ന് ശൈവം, ഒന്ന് വൈഷ്ണവം, ഒന്ന് ശങ്കരനാരായണനായിട്ട് വ്യക്തമായിട്ട്. ശങ്കരനാരായണന് പാണി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തിരുവപ്രാശാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, എനിക്കറിയൂല. ഉണ്ടാവേണ്ടതാണ്. കാരണം വെച്ചാൽ ബാക്കി എല്ലാറ്റിനും ഇപ്പോൾ വലിയ ഒലിക്കലിൽ തൂവ് കിടന്ന് വിചാരിക്കുക. ശങ്കരനാരായണന് തൂവുമ്പോൾ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും കൂടി 2 മന്ത്രങ്ങളും കൂടി കൂട്ടിയിട്ടാണ് തൂവുക, അല്ലേ? ശിവന് വേറെ വിഷ്ണുവിന് വേറെ ഉണ്ട്. ശങ്കരനാരായണനായി അത് 2 മന്ത്രം കൂടി കൂട്ടി രണ്ടാളുടെ പേര് പറഞ്ഞിട്ടാണ് തൂവാന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ തന്നെയല്ല, ശങ്കരനാരായണ സപ്തദൈവങ്ങളിൽ പെട്ടതുമാണ്, അല്ലേ? തത്വകലശം, ബ്രഹ്മകലശം, ജീവകലശം മുതലായ വിശേഷാലുള്ള കലശങ്ങൾ അഭിഷേകത്തിനായി എഴുന്നള്ളിക്കുന്നതിൻ്റെ മുന്നോടിയായും ബലികൾ തൂകുന്നതിന് മുന്നോടിയായും പ്രത്യേക സന്ദർഭങ്ങളിൽ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുന്നോടിയായും ദേവതാഹ്വാനം ലക്ഷ്യമാക്കിയുള്ള അനുഷ്ഠാനവാദ്യ പ്രക്രിയയാണ് മരപ്പാണി കൊട്ടൽ. തത്വം പാണിത്രയ സമുചിതം പഞ്ചതാളെ പ്രയോജ്യം ദൈവസ്ഥാനം തദിതി തദനു ത്വം പദം ച ആവൃതീനാം ബല്യാരംഭേ സുമനുകൃതിഭി പൂജകൈ സമ്പ്രതിഷ്ഠേ ക്ലിപ്തം സർവാവരണസഹിതം ച ആഹുയേ തത്ര ദൈവം എന്ന് ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 12.25 അങ്കുലം നീളവും 6.25 അങ്കുലം വ്യാസവുമുള്ള ഗോളസ്തംഭാകൃതി സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് പാണിമരം എന്ന അനുഷ്ഠാന പ്രധാനമായ വാദ്യോപകരണത്തിൻ്റെ കുറ്റിക്ക്. ഇതിൻ്റെ അളവ്
സിംഹയോനിയുടെ കണക്കിൽ വരണം എന്നാണ് പറയണത്. ഇത് പ്രൊപ്പോർഷനേറ്റായിട്ട് മാറാം, ചെറുതാവാം വലുതാവാം, പക്ഷേ എൻ്റെ പ്രൊപ്പോർഷൻ എപ്പോഴും സിംഹയോനിയുടെ അളവിൽ വരണം. ചില ആൾക്കാർ പറയേണ്ടത് ധ്വജയോനിയും ആവാം എന്ന്, അത് അവരുടെ ഉള്ളത് അതായതുകൊണ്ടാണെന്ന് അറിയില്ല. സ്വതേ ചെണ്ട, തിമില, മരം ഇതിനൊക്കെ സിംഹയോനിയുടെ അളവ് യോജിക്കണം എന്നാണ് പറയണത്. വരിക്കപ്ലാവിൻ്റെ കാതലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇരുതലക്കിലും 16 കണ്ണി വീതം തോൽ കൊണ്ട് തന്നെ മുദ്ര കുത്തിയ വട്ടങ്ങൾ തോൽവാറ കൊണ്ട് തന്നെ കുറ്റിയുമായി ബന്ധിപ്പിക്കുന്നു. ഹവിസ് പൂജ കഴിഞ്ഞ ദൈവീക ഹവിസിൽ നമ്മൾ 3ആയിട്ട് തിരിക്കാറുണ്ടല്ലോ ഇല്ലേ? ദൈവീക ഹവിസിൽ തെക്കു ഭാഗത്തുള്ള തേങ്ങ, കദളിപ്പഴം, ശർക്കര എന്നിവ ചേർത്ത ദേവേഭ്യോ നമ എന്ന മന്ത്രം കൊണ്ട് തൊട്ടു ജപിച്ചതിൽ നിന്ന് കുറച്ച് ആചാര്യനിൽ നിന്നും സ്വീകരിച്ച് ഈഞ്ഞ ചുട്ട കരിയും ചേർത്ത് കുഴച്ച് പാണിമരത്തിൻ്റെ ഇരുപുറത്തും പുരട്ടുന്നു. നമ്മൾ ചെയ്യാറില്ല എന്നുള്ളത് വേറൊരു സത്യം, പക്ഷെ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നാണ് പറയണത്. അടിസ്ഥാനപരമായി 2 തരം പാണിവാദന ക്രിയകൾ പ്രചാരത്തിലുണ്ട്. 1 ക്രിയാധിഷ്ഠിത പാണിവാദനം, 2 മൂർത്തി അധിഷ്ഠിത പാണിവാദനം. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലാണ് ക്രിയാധിഷ്ഠിത പാണിവാദന രീതി പ്രചാരത്തിലുള്ളത്. എൻ്റെ ഒരു ചെറിയൊരു ഇതുകൊണ്ട് നോക്കിയപ്പോൾ 2 തന്ത്രിമാരാണത്രേ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്, താഴമണ്ണും മറ്റേ തരണനെല്ലൂരും. താഴമൺ പക്ഷത്തിലൊക്കെ ഈ ക്രിയാധിഷ്ഠിത പാണിയാണ് അധികവും നടക്കാറുള്ളത്, അധികവും ചാലക്കുടി പുഴയുടെ തെക്കോട്ടുള്ള ഭാഗങ്ങളിൽ. ക്രിയാധിഷ്ഠിത പാണിവാദന രീതിയാണ് പ്രചാരത്തിലുള്ളത്. ഈ സമ്പ്രദായത്തിൽ മൂർത്തിഭേദം പരിഗണിക്കാതെ ക്രിയാഭേദങ്ങൾക്കനുസൃതമായി പാണിവാദനം ചെയ്യുന്നു. അഷ്ടബന്ധം എഴുന്നള്ളിക്കാൻ 2 തത്വം പാണി, ഉത്സവബലിക്കും തത്വകലശം എഴുന്നള്ളിക്കുന്നതിനും 3 തത്വം പാണി, ബ്രഹ്മകലശം എഴുന്നള്ളിക്കുവാനും ജയാബലിക്കും 4 തത്വം പാണി, വിജയബലിക്ക് 5 തത്വം പാണി, കുമാരബലിക്ക് 7 തത്വം പാണി, ദുർഗാബലിക്ക് 9 തത്വം പാണി എന്ന ക്രമത്തിൽ അവതരിപ്പിക്കുന്നു. ത്വം തയേന ശബ്ദേന പഞ്ചതാളസ്യ മാത്രകാഹ കരടായാം പ്രയോക്തവ്യം ദാസകൈരധിശിക്ഷിതൈ എന്നതിൽ നിന്നും പാണിവാദനത്തിൻ്റെ പൊതു സ്വഭാവവും വാദകൻ്റെ യോഗ്യതയും വ്യക്തമാക്കുന്നു. ക്രിയാധിഷ്ഠിത പാണിവാദനത്തിൻ്റെ ക്രമം ഗ്രന്ഥം അനുശാസിക്കുന്നുണ്ട്. പ്രവാണി താടനവിധവും ദീർഘികായുഗളം പുന ഹ്രസ്യുഗാദ്യുദയം ചൈവ ഏകദീർഘി സമാപയോഹോ. അതിന് സൂത്രത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, മുഴുക്കല മുഴുക്കല അരക്കല, മുഴുക്കല അരക്കല തീറ്. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. നിയമം ഇതാണ് പറയണത്. തത്വം ദക്ഷിണവാമം ച ദ്വാഭ്യാം സന്താടനം സ്മൃതം തോം തി ഇത്യക്ഷരദ്വന്ദ്വൈ വാമദക്ഷിണഹസ്തയോഹോ. താടനം സ്വരമിത്യാഹു ദീർഘ ഹ്രസ്വ അവസാനകം ബ്രഹ്മേ വേദം ദീർഘികായാം ഹ്രസ്വ ദ്വയമുദീരിതം. അഷ്ടബന്ധേ ദ്വയം ദീർഘേ ഹ്രസ്വൈജൈകമുദീരിതം തത്വേ തത്വം ദ്വയം ദീർഘേ ഹ്രസ്വൈജൈക പ്രകീർത്തിതം. ഓരോന്നിനും താ ത്വം എന്നീ കൈകളുടെ എണ്ണവും അവയ്ക്കിടയ്ക്കുള്ള തീവട്ടങ്ങളുടെ ചെമ്പടവട്ടം, തെക്കൻ തെക്കിലെ ഒരു തീവട്ടം എന്ന് പറയണമെന്നേ ഉള്ളൂ, ചെമ്പടവട്ടങ്ങളുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മുഴുക്കല വിടുസ്വരം, അരക്കല വിടുസ്വരം, തീര് എന്ന ക്രമമാണ് അനുവർത്തിച്ചു വരുന്നത്. ക്രിയാധിഷ്ഠിത പാണിവാദന സമ്പ്രദായത്തിൽ ആറാട്ടിന് ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുവാൻ പ്രത്യേകമായി ആറാട്ടുപാണി പ്രചാരത്തിലുണ്ട്. നമുക്കതില്ല, ആറാട്ടിന് എഴുന്നള്ളിക്കാൻ സ്വതേ കൂട്ടണ പാണീനെ കൂട്ടാറുള്ളൂ. മൂർത്തി അധിഷ്ഠിത പാണിവാദന രീതിയാണ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും പ്രചാരത്തിലുള്ളത്. ക്രിയാഭേദം പരിഗണിക്കാതെ ഏത് വിഭാഗത്തിൽപ്പെട്ട മൂർത്തിക്കാണോ ക്രിയ നടക്കുന്നത് ആയതിനനുസരിച്ച് ശൈവം, വൈഷ്ണവം, ഭാഗവത്യം, ബ്രഹ്മൻ എന്നീ പാണികൾ പ്രയോഗിക്കുന്നു. ശിവൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, ഭദ്രകാളി, ശാസ്താവ് മുതലായ ശൈവമൂർത്തികൾക്ക് ശൈവം പാണിയും വിഷ്ണു, ദുർഗ മുതലായ വൈഷ്ണവമൂർത്തികൾക്ക് വൈഷ്ണവം പാണിയും വേണമെന്ന് അനുശാസിക്കുന്നു. ഭാഗവത്യം പാണി ഊരകത്ത് അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ എന്നാണ് അറിയുന്നത്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം വിരളമായതിനാലാവാം ബ്രഹ്മൻ പാണി അന്യം നിന്നുപോയി എന്ന് മനസ്സിലാക്കുന്നു.
പ്രാദേശിക വൈജാത്യങ്ങൾ വളരെയുള്ള ഒരു സമ്പ്രദായമാണ് ഈ ശൈലി. മധ്യകേരളത്തിൽ സാമാന്യമായ ഐക്യരൂപം ഈ പാണികൾക്കുണ്ട്. എന്നാൽ തിരുവഞ്ചിക്കുളം, തൃപ്രയാർ, തൃക്കൂർ, വെങ്ങാനല്ലൂർ, മുളങ്കുന്നത്തുകാവ് കഴിഞ്ഞ് ഒരു പുറവും കൂടി ഉള്ളൂ കേട്ടോ തുടങ്ങി പല ക്ഷേത്രങ്ങളിലേക്ക് പ്രത്യേകമായി പാണികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും പ്രയോഗിച്ചു വരുന്നതുമായി കാണുന്നുണ്ട്. ദേവൻ്റെ ധ്യാനസങ്കല്പമാണോ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക ഭൂപ്രകൃതിയാണോ ആയതിന് നിദാനമായിട്ടുള്ളത് എന്ന് ഗവേഷണാത്മകമാണ്. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ശൈവ വൈഷ്ണവ ഭേദങ്ങൾ മാത്രമേ പ്രചാരത്തിലുള്ളൂ. തൃത്താല ശൈലി, തിച്ചൂർ ശൈലി എന്നീ ഭേദങ്ങൾ ഈ സമ്പ്രദായത്തിലുണ്ട്. പാണിമരം, ചെണ്ടയുടെ വലന്തല, തിമല, ചേങ്ങില, ശംഖ് എന്നീ ഉപകരണങ്ങൾ കൂടിച്ചേർന്നാണ് ഇവിടങ്ങളിൽ പാണി അവതരിപ്പിക്കുന്നത്. പാണിയുടെ അവസാന ഘട്ടത്തിൽ കൊട്ടുന്ന മൂലപാണിയിൽ മാത്രമേ ശൈവ വൈഷ്ണവ ഭേദങ്ങൾ പ്രകടമാകുന്നുള്ളൂ. മധ്യകേരളത്തിലെ ശൈവ വൈഷ്ണവ പാണികളിൽ ആദ്യന്തം പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. മധ്യകേരളത്തിൽ സംഹാരതത്വകലശം എഴുന്നള്ളിക്കുവാനുള്ള പാണി വിപരീത ക്രമത്തിൽ തെക്കുഭാഗത്ത് ദേവനഭിമുഖമായി പാണിവാദകൻ നിന്നാണ് അവതരിപ്പിക്കാറുള്ളത്. സംഹാരതത്വകലശം അഭിഷേകം ചെയ്തു കഴിഞ്ഞുള്ള ജീവോദ്വസനം താഴെ നിന്ന് മുകളിലേക്ക് എന്ന ക്രമത്തിലായതിനാലാവാം ഈ ക്രമം അവലംബിച്ചിരിക്കുന്നത്. വടക്കൻ ജില്ലകളിലെ പാണിവാദന രീതികൾക്കും പ്രാദേശിക വൈജാത്യങ്ങൾ നിലവിലുണ്ടെങ്കിലും സാമാന്യമായ സാദൃശ്യം അനുഭവപ്പെടുന്നതാണ്. വളയനാട്ടുകാവ്, മാടായിക്കാവ്, കളരിവാതുക്കൽ മുതലായ ശാക്തേയ പൂജാവിധികൾ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ കാളിമുദ്ര, പാതാളമുദ്ര എന്നീ പേരുകളിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു രീതിയിലുള്ള പാണിവാദനം പ്രചാരത്തിലുണ്ട്. ഗുരുമുഖത്തു നിന്നും നേരിട്ടുള്ള ഉപദേശത്തിലൂടെ മാത്രമേ പ്രയോഗ പരിശീലനം സാധ്യമാകൂ. വിഷയം ബൃഹത്തും സങ്കീർണവുമായതിനാൽ ലേഖനത്തിലൂടെ സംവദിക്കുക വളരെ ക്ലേശകരമാണ്. ഗവേഷണാത്മകമായ ഈ വിഷയത്തെ സഹൃദയരായ കേൾവിക്കാരുടെ മുമ്പിൽ ചർച്ചകൾക്കും ഉപദേശങ്ങൾക്കുമായി സമർപ്പിച്ചുകൊള്ളുന്നു. ഇവ ഏകദേശം താൻ ചോദിച്ചതിൻ്റെ ഉത്തരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇതാണോ താൻ ഉദ്ദേശിച്ചത്? ഇതിൻ്റെ പ്രാദേശിക വേദങ്ങളും ഇപ്പം എല്ലാ പച്ചോട്ടപ്പാറയിലും ഉള്ളൂ. എത്ര തരത്തിലുള്ള പാണിയുണ്ട് എല്ലാം ഒന്നും. അല്ല, അതാണ് ഇത് വായിക്കുമ്പോഴേ ഈ പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ കുറയുമല്ലോ. പ്രസംഗിച്ച് ചെയ്യില്ലല്ലോ. ഒരു ചെണ്ടയിടങ്ങി കുറച്ച് കൊട്ടാന്നല്ലാണ്ട് പ്രസംഗിച്ച് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ചക്രവർത്തി അതായിരിക്കണു. മൈക്കും അദ്ദേഹം കൂടി കണ്ടാൽ കഴിഞ്ഞു. അവർ മുമ്പത്തെ നമുക്കിത് പറയേണ്ടി വന്നേ. ഇതിൽ മൂർത്തിയാധിഷ്ഠ പാണി എന്നുള്ള വിഷയത്തിൽ എല്ലാം കൊണ്ടും അഗ്രഗണ്യനായിട്ട് വിചാരിച്ചിരുന്ന ചന്ദ്രപ്രകാശൻ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും പാണിയിലും എല്ലാം അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥമാണല്ലോ ഈ അപ്പോൾ ഈ ക്ഷേത്ര അനുഷ്ഠാനവാദികലാ പദ്ധതി എന്നുള്ള ഈ വിഷയത്തിൽ എത്ര പറഞ്ഞാലും തീരില്ല. എങ്കിലും നമുക്ക് സമയപരിധി മൂലം പ്രണതി ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത്രയും ബൃഹത്തായിട്ട് ഈ ഒരു അവതരണം നടത്തിയ അച്യുവേട്ടന് പ്രത്യേക അച്ചുണ്ണി പിള്ളാശൻ്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇത് ചെയ്തു വന്നിരുന്ന ഭക്തി ആദരപുരസരം ചെയ്തു വരുന്ന അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വരോ ശരണം. ചെറുപ്പശ്ശേരി ശ്രീജിത്തിന് പ്രണതിയുടെ നാമധേയത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് പ്രണതി സ്മൃതി നിർവഹിച്ച ശ്രീ മണ്ണാർക്കാട് ഹരി മണ്ണാർക്കാട് ഹരിക്ക് പ്രണതിയുടെ ചെറിയ സ്നേഹം കൈമാറുന്നതിനായി കലാമണ്ഡലം ഉണ്ണികൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ക്ഷേത്ര അടിയന്തര അനുഷ്ഠാന വാദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച കലാകുളമ അച്ചുവേറ്റുന്നുണ്ട് കലാമണ്ഡലത്തിൻ്റെ ക്ഷേത്രം കൈമാറുന്നു. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച ശ്രീ ചെപ്പശ്ശേരി ശ്രീജിത്തിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയുന്നതിനായി കാലമ്മ വാഴയുടെ കുഞ്ഞുനാട് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഭരണസമിതി അംഗം ശ്രീ പോരായ്മകളൊക്കെ ക്ഷമിച്ചോളൂ കേട്ടോ. പോരായ്മകൾ ക്ഷമിച്ചോളാൻ പറയുക. മൂന്ന് അവതരണങ്ങളാണ് ഈ ഭാഗത്ത് പ്രചാരത്തിലുള്ള വല്ലുവനാടൻ ഭാഗത്ത് പ്രചാരത്തിലുള്ള സന്ധ്യവേല, തുടർന്ന് 7 കൂടും